തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി. അരയുടെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. കൊലോസി ലേഖനം 2:14 കൂടെ. കൊലോസിയർ 2:14 കൂടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മതിയല്ലോ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും ഏകാഗ്രതയുള്ള ഹൃദയത്തോടും ദൈവസന്നിധാന ചിന്തയോടും കൂടെ നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കുന്ന വിഷയം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇന്ന് രാത്രി നടക്കുന്ന ഒരു കലാപരിപാടിയല്ല. സദസ്സിന്റെ വൈകാരികതകളെ തട്ടി ഉണർത്തത്തക്ക വിധം ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ പോലെ ചില വസ്തുതകളെ നിങ്ങളെ കുടുകുട ചിരിപ്പിക്കുവാൻ അവതരിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ കിടന്നുറങ്ങുന്ന കിടപ്പറ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കും. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. കിട്ടാൻ പോകുന്ന പണത്തിന് വേണ്ടിയല്ല, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ നിത്യത ഉറപ്പാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. ലോകരാഷ്ട്രങ്ങളെ തന്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തന്റെ മുൻപിലും കണ്ടുകൊണ്ട് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ പ്രവാചകൻ 12 അധ്യായങ്ങളുള്ള രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം എഴുതുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നൽകിയ പ്രവചനാലോചനകൾ പ്രവചിച്ചു വെച്ചെങ്കിലും പ്രവചിച്ചു വെച്ചതെല്ലാം പ്രവചിച്ചതുപോലെ നിറവേറ്റിയ ഒരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവല്ലാതെ ഒരുത്തനുമില്ലെന്ന് വിളിച്ചു പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ശിരസുന്നമിപ്പിച്ചു പറയുന്നു, പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ കേന്ദ്ര ബിന്ദു ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. സോക്രട്ടീസിന്റെ മരണം, പ്ലേറ്റോയുടെ മരണം, അരിസ്റ്റോട്ടിലിന്റെ മരണം ബുദ്ധിജീവികളുടെ മരണമാണെങ്കിൽ എൻ്റെ യേശുവിന്റെ മരണം പ്രവചന നിവർത്തിയായ പകരം മരണമാണ്. അത് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവിന്റെ മരണത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ അത് സാധാരണമല്ല, അസാധാരണ ദൈവശക്തിയുടെ കേന്ദ്ര ഭാവമാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഞാനങ്ങ് റാന്നി ജനിച്ചതും നിങ്ങൾ ഇവിടെ പരിസരങ്ങളിലൊക്കെ ജനിച്ചതുമൊക്കെ ആരും പ്രവചിച്ചിട്ടല്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ അങ്ങ് വന്നതാണ്. എന്നാൽ യേശു പലസ്തീനിൽ ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ചതുപോലെ ജനിച്ച ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ തലകുനിച്ച് മൗനമായി അനങ്ങാമ്പാറ നയത്തിലിരിക്കുന്നവരല്ല ദൈവമക്കൾ. ഇത്രയും ദൈവമക്കൾ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ തേജസ്സിൽ അവൻ ഇതിന് യോഗത്തിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളത് ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു ദൈവപൈതൽ ഉണ്ടെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഈക്കിലി പാർട്ടിയാണേലും നേതാവ് സ്ഥലത്ത് വന്നാൽ അവരിൽ ആവേശമാണ് പൊട്ടും, ഇല്ലേ? തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1000 വട്ടം തോറ്റു തൊപ്പിയിട്ടേച്ച് നിൽക്കുന്ന പാർട്ടികൾ കവലകൾ
ആളുകളിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. നേതാവ് ജീപ്പേ സ്ഥലത്തോട്ട് വരുന്നത് വരെ മൂലയ്ക്കൊക്കെ മാറി തിരിഞ്ഞു നിൽക്കുമെങ്കിലും നേതാവ് അങ്ങോട്ട് വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവരുടെ ആവേശം ഒന്ന് കാണേണ്ടതാ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നമ്മുടെ നേതാവ് കൃപ പ്രാപിച്ച ദൈവമക്കളുടെ അകക്കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധം ഇറങ്ങി വന്നിരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കും. കാരണം സാധാരണക്കാരനല്ല ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവൻ പ്രവചിച്ചു 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 പ്രവചിച്ചതുപോലെ ജനിച്ചവനാ. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിന്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്. അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്. അവന്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറേണ്ടി വരുമെന്ന്. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. മരിച്ചു കഴിഞ്ഞ് ഈ കുടുംബം മടങ്ങി വന്ന് നസ്രയത്ത് എന്ന ഒരു കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. നസ്രയത്തിൽ പാർക്കുന്നതിനാൽ നസ്രായൻ എന്നവനെ വിളിക്കേണ്ടി വരുമെന്ന്. അവൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ എന്ന ഒരുവന്റെ കൈ കീഴിൽ സ്നാനമേൽക്കാൻ ഇറങ്ങി വരുമെന്ന്. അവൻ സ്നാനമേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ അവന് മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. അവൻ രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടങ്ങ് സഞ്ചരിക്കുമെന്ന്. 33.5 തിരുവയസ്സെങ്കിൽ അവന്റെ ശത്രുക്കളല്ല, മിത്രങ്ങളിൽ ഒരാൾ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുക്കുന്നത് 35 വെള്ളിക്കാശിനല്ല, 25 വെള്ളിക്കാശിനല്ല, 30 വെള്ളിക്കാശിന് തന്നെ ആയിരിക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്. യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന, കഴുത്തുവെട്ടിയും കല്ലെറിഞ്ഞും കുറ്റവാളികളെ കൊല്ലുന്ന അക്കാലത്ത് കൊലപാതകത്തിന്റെ രീതികൾ വ്യത്യസ്തമായിരിക്കുമ്പോൾ യേശുവിന്റെ മരണം കൈകാലുകൾ തുളയ്ക്കുന്ന ഒരുവിധം മരണമായിരിക്കുമെന്ന്. അവന്റെ മരണവേളയിൽ ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്. ആ മരണസമയം ശത്രുക്കൾ അവന്റെ അങ്കിക്കായി ചീട്ടിടേണ്ടി വരുമെന്ന്. മരണസമയം സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിയുന്നത് പോലെ ഇവന്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്. അവന്റെ മരണസമയം അവന്റെ അങ്കിക്കായി ചീട്ടിടുക മാത്രമല്ല, അവന്റെ ശവമടക്കൊരു ധനവാന്റെ കല്ലറയ്ക്കകത്ത് നടക്കുമെന്ന്. എന്നാൽ കല്ലറയ്ക്കകത്തു നിന്ന് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് കടം വാങ്ങിയ കല്ലറ 3-ാം ദിവസം കാലിയാക്കി മടക്കി കൊടുത്ത് മരണപാതാളങ്ങളുടെ മേൽ ജയമെടുത്ത് യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിക്കും അളവിൽ അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന്. അവൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന് എഴുതി വെച്ച വചനം അക്ഷരാർത്ഥത്തിൽ വള്ളി പുള്ളി മാറാതെ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ സ്കൂൾ കോമ്പൗണ്ടിൽ ശബ്ദമുയർത്തി വാ തുറന്ന് വിളിച്ചു പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവിന് തുല്യം ചരിത്രത്തിൽ ഒരുവനെയും കണ്ടിട്ടില്ല. 730 കോടി മനുഷ്യവർഗങ്ങൾ പാർക്കുന്ന ഏതൊരുവന്റെയും ബ്ലഡിൽ 2 ക്രോമോസോമുകളുടെ യോജിപ്പുണ്ട്. 24 ക്രോമോസോമുകൾ അപ്പൻ്റേത്, 24 ക്രോമോസോമുകൾ അമ്മയുടേത്, 48 ക്രോമോസോമുകൾ ഒരുവന്റെ ജന്മത്തിന്റെ പുറകിലുണ്ട്. എന്നാൽ സ്തോത്രം, യേശുവിന്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ ഏറ്റവും വലിയ ലാബായ DNA ലാബായ കേംബ്രിഡ്ജ് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അവിടെ തെളിയുന്ന പിതൃത്വം, DNA ബന്ധം, അപ്പന്റെയും അമ്മയുടെയും പൈതൃക ബന്ധം സ്ഥാപിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇന്ന് രാത്രി ഓർക്കണം, ജോസേഫിന്റെ രക്തത്തിന്റെ DNAയിലാണ് എന്റെ യേശു പിറന്നു വീണതെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം അബദ്ധമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടത്തക്ക വിധം മനുഷ്യത്വത്തിനകത്ത് ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു അല്ലാതെ ഒരുത്തനുമില്ലെന്ന് വിളിച്ചു പറയാൻ ധൈര്യം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഈ ഉച്ചഭാഷണിയുടെ സഹായത്തോടെ ശിരസുന്നമിപ്പിച്ച് ഒരിക്കൽ കൂടെ പറയുന്നു, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. ഈ യേശുവിനെ 4 പ്രത്യേക സ്ഥാനത്ത് പ്രാവചനികമായി വിശദീകരിച്ചിരിക്കുന്ന പഴയ നിയമത്തിലെ അതുല്യമായ ഒരു പ്രവചന ഗ്രന്ഥമുണ്ട്. അതാണ് ദാനിയേൽ പ്രവചനം.
2-ാം അധ്യായത്തിൽ 44-ാം വാക്യം ഒന്നാമത്തെ പ്രവചനം, 7-ാം അധ്യായത്തിൽ 2-ാമത്തെ പ്രവചനം, 9-ാം അധ്യായത്തിൽ 3-ാമത്തെ പ്രവചനം, 10-ാം അധ്യായത്തിൽ 4-ാമത്തെ പ്രവചനം. അതെ, ലോകരാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് തകർക്കുന്ന നിത്യതയുടെ കല്ലായി യേശുവിനെ 2-ാം അധ്യായത്തിലും, മഹാദൈവത്തിൽ നിന്ന് നിത്യാധിപത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ ഇറങ്ങി വരുന്ന സർവാധികാരിയായി 7-ാം അധ്യായത്തിലും, കാൽവറി ക്രൂശിൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കുരറക്കപ്പെട്ട ദൈവകുഞ്ഞാടായി 9-ാം അധ്യായത്തിലും, അന്ധകാര ശക്തികളോട് പടപൊരുതുന്ന തേജസ്കരിക്കപ്പെട്ട ആളത്വമായി 10-ാം അധ്യായത്തിലും യേശുവിനെ വെളിപ്പെടുത്തുകയാണ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപടി സാഹിത്യ പ്രയോഗങ്ങളല്ല, ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാനുള്ളത് ഒരുപറ്റം ഹാസ്യാവതരണങ്ങളല്ല. ഞങ്ങൾക്ക് ഒരുവനെയാണ് ഇന്ന് രാത്രി ഉയർത്തി കാണിക്കാനുള്ളത്. അവൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. അവൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ കരിയാത്ത രോഗശക്തികളില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മ കണ്ണുകൾ ഉയർത്തി കാണുന്നു. ഇത്രയും ദൈവമക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന് നടുവിലൂടെ യേശു തന്റെ സാന്നിധ്യം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അലറി ഇരമ്പുന്ന കടൽ തിരമാലകളുടെ നേരെ കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിയവനാണ് ഞങ്ങൾ ഇന്ന് രാത്രി ആരാധിക്കുന്ന കർത്താവെങ്കിൽ സ്തോത്രം, സ്തോത്രം. അത് ചാറില്ലാത്ത ചണ്ടി പോലെ ശരീരം, അത് രക്തസ്രാവ രോഗത്താൽ ബലഹീനയായ ആ സാധുവിന്റെ വിറയ്ക്കുന്ന കരം തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം രോഗശാന്തി വ്യാപരിപ്പിച്ച് അവളെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ യേശുവിന് രോഗത്തിന്മേൽ അധികാരമുണ്ടെന്ന്. 6000 ദുർഭൂതങ്ങൾ ഒരുമിച്ച് കുടികൊള്ളുന്നവന്റെ മാനസിക സമനില തെറ്റിയ സ്ഥിതിയിൽ നിന്ന് ഒറ്റ വാക്കിൽ രോഗിയെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ അവന് ഭൂതത്തിന്മേൽ അധികാരമുണ്ടെന്ന്. അടുത്ത ചില മിനിറ്റുകളിൽ സെമിത്തേരിയിലേക്ക് ഇറങ്ങെടുക്കേണ്ട ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് പറന്നകന്ന ആത്മാവിനെ അവളുടെ ശരീരത്തിലേക്ക് മടക്കി വരുത്തി എഴുന്നേൽപ്പിക്കാൻ യേശുവിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവന് മരണത്തിന്മേൽ അധികാരമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ദൈവമക്കൾ പറയുന്നു. അവനൊപ്പം പറയാൻ രണ്ടാമതൊരാളില്ല. അവൻ സാധാരണക്കാരനല്ല. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായമാണ് നമ്മളിവിടെ പ്രധാനമായി വായിച്ച ഭാഗം. എന്റെ മുൻപിലിരിക്കുന്ന ശ്രോതാക്കൾ വളരെ ശ്രദ്ധയോടെ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്ത ഊന്നണം. നാം സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. സ്വർഗത്തിന്റെ ഒരു കോണിൽ ചാരികസേരയിൽ ചാരിക്കടന്ന് താമ്പൂല മിശ്രിതവും വായിൽ കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് ഉറങ്ങുന്ന പൊട്ടൻ മുതുക്കനപ്പൂപ്പരല്ല ഞാനും നീയും ആരാധിക്കുന്ന ദൈവം. നീതിയോടെ വിധിക്കുന്ന അവന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബത്തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ പുറകിലും ഒരു കരം ചലിക്കുന്നുണ്ട്. ആരൊക്കെ നിനക്കെതിരെ കരുക്കൽ കരുതിക്കൂട്ടി നീക്കിയാലും പ്രാർത്ഥിക്കുന്ന നീ മുഴങ്കാൽമേലിരുന്ന് ജാഗരിച്ചാൽ നിനക്ക് വേണ്ടി കാര്യങ്ങളെ തിരിക്കാൻ കഴിവുള്ള സർവാധികാരിയുടെ കരമാണ് നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നതെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ വാപൂട്ടി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കരുത് കേട്ടോ. കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഹാമാൻ തന്ത്രങ്ങൾ ഒരുക്കുന്നതെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കാൻ ഒരു മൊർദെഖായിയും മുട്ടുമടക്കി കരയാൻ ഒരു എസ്തേറും ഉണ്ടെങ്കിൽ ആരുടെ കഴുത്താണ് കഴുകുമരത്തിൽ കയറേണ്ടതെന്ന് നേരത്തെ പ്ലാൻ ചെയ്യുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. നാം സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. അവൻ വർത്തമാനകാലത്ത് വിധി പുറപ്പെടുവിക്കാൻ നീതിയോടെ അവന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വിധി വർത്തമാനകാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? ദൈവത്തിന്റെ കാലഗണന. ദൈവം എന്നാ ജനിച്ചേ? ദൈവം എന്നാ മരിക്കുന്നേ?
ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാര് കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും നല്ല ശക്തിയുടെ കരത്താൽ വഹിക്കുന്ന മഹാദൈവത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. എന്നാൽ സാധുക്കളായ എനിക്കും നിങ്ങൾക്കും തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. കല്ലറയിൽ വയ്ക്കും നമ്മുടെ ശരീരം. കൂടി വന്നാൽ 70 അല്ലെങ്കിൽ 80, 29,200 ദിവസം, 29,200 കൊല്ലം ദിവസം മാത്രം കഴിയുന്ന ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന ഈ 3 അക്ഷരം തുഴയാൻ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ അധ്വാനിക്കുന്ന എന്റെയും നിന്റെയും കണയാൻ കൊടുക്ക പോലുള്ള ഈ തലച്ചോറ് വെച്ച് ദൈവത്തിന്റെ നിത്യത്വത്തിന്റെ കാലഗണനയെ അളന്നിട്ട് നമ്മൾ പറയും ഇല്ല, വിധിക്കുന്ന ഒരു ദൈവമില്ല. എന്നാൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലേ, തൽക്കാലം ദൈവം മൗനമായിരുന്നാലും സമയമടുക്കുമ്പോൾ അവന്റെ കരം വിഷയത്തിന്റെ മേൽ ചലിക്കുമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല, അവൻ നീതിയോടെ വിധിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ ദിവ്യ കാര്യപരിപാടിയുടെ വിധിയുടെ രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചരിത്ര പ്രസിദ്ധമായ ബെൽസസറിന്റെ കൊട്ടാരം ഏതാണ്ട് 150 അടി നീളവും 75 അടി വീതിയുമുള്ള ആർക്കിയോളജിസ്റ്റുകൾ ഭൂഗർഭ ഗവേഷണത്തിൽ കണ്ടെത്തിയ ആ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ വസ്തുതയുടെ യാഥാർത്ഥ്യത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിന്റെ അതുല്യത അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു സാധാരണ കൊട്ടാരമോ സാധാരണ പട്ടണമോ അല്ല. നോഹയുടെ കൊച്ചുമകനായ നിമ്രോദിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ശീനാർ ദേശത്ത് കാലക്രമത്തിൽ ഉയർന്നു വന്ന് നെബോപ്പാളാസർ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധനായ വല്യപ്പനായ നെബുക്കദ്നേസറിന്റെ പൂർവ്വ പിതാവിനാൽ പണി പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്ന് നെബുക്കദ്നേസർ അതിന്റെ പൂർണ്ണ മഹത്വത്തോടുകൂടെ മഹത്വപൂർണമായി തങ്കക്കുട കെട്ടിടം പോലെ കനക കൊട്ടാരം പോലെ പടുത്തുയർത്തിയ ഒരു വലിയ പട്ടണ സമുച്ചയമാണ് ബാബിലോൺ പട്ടണം. ബാബിലോൺ പട്ടണത്തെ കുറിച്ച് ചരിത്രങ്ങളുടെ പിതാവായ ഹെറോഡോട്ടസ് നേരിൽ പോയി കണ്ട് വസ്തുതകളെ വിലയിരുത്തിക്കൊണ്ട് എടുത്ത കണക്കുകൾ ഒന്ന് ഈ വിഷയത്തിൽ ചേർത്ത് ഞാൻ പറയാം. ശ്രദ്ധിക്കണേ. 15 മൈൽ ഒരു വശത്ത് വീതി, 15 മൈൽ മറുവശത്ത് വീതി, 15 മൈൽ സമചതുരമാണ് ഈ പട്ടണം. 15 മൈൽ സമചതുരമായ പട്ടണത്തിന്റെ മതിൽക്കെട്ടെന്ന് പറയുന്നത് 87 അടി വീതിയാണ് മതിൽക്കെട്ടിന്. ഹെറോഡോട്ടസ് പറയുന്നു 87 അടി വീതി മതിലിന് മാത്രം. ചുടുകട്ട കൊണ്ടാണ് മതിൽ നിർമ്മാണം. 350 അടിയാണ് ഈ മതിലിന്റെ കുത്തനെ പൊക്കം. സാധാരണ ഒരു വീടിന്റെ മേൽപ്പരപ്പ് വരെ 10 അടി എന്നെടുത്താൽ ഏതാണ്ട് 35 വീടുകൾ ഒന്നിനു പുറത്തൊന്നായി കയറ്റി വെച്ചാൽ എത്ര കുത്തനെ പൊക്കമുണ്ടോ അത്രയും പൊക്കമുണ്ട് ഇതിന് മതിൽക്കെട്ടിന്. സ്തോത്രം. നോക്കുക, 350 അടി കുത്തനെ പൊക്കം, 87 അടി ഇതിന് മുകളിൽ വീതി, 250 കാവൽ ഗോപുരങ്ങളാണ് 60 മൈൽ ചുറ്റളവിൽ ശത്രുവിന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുവാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്. 6 രാജരഥങ്ങൾ ഡബിൾ പോർഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തക്ക വലിപ്പമാണ് ഈ രഥങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി 87 അടി വീതിയിൽ കാവൽ ഗോപുരങ്ങൾ കഴിഞ്ഞുള്ള ഭാഗം മുകൾ പരപ്പിലുള്ളത്. ഇതിനകത്തുകൂടെ യൂഫ്രട്ടീസ് നദി കോണോട് കോണായി ഒഴുകി മാറുമ്പോൾ അത് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയൊരു പിത്തള ഗേറ്റ്, അത് സൂര്യന്റെ ഉദയദിക്കിലാണ്, കിഴക്ക് ദിശയിലാണ്. അത് ഇറങ്ങിപ്പോകുന്ന സ്ഥലത്ത് മറ്റൊരു പിത്തള ഗേറ്റ്, 2 പാളിയാണ് ഗേറ്റ്. ആ ഗേറ്റിലേക്ക് ഉദയാസ്തമന കിരണങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഈ കൊട്ടാര സമുച്ചയം പളപള വെട്ടിത്തിളങ്ങും കനക കമ്പളമായിരിക്കും. കാരണം അത്ര വിധത്തിലാണ് ഈ കൊട്ടാരത്തിന്റെ സംവിധാനം. ഈ കൊട്ടാരത്തിന് നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ 2 കരയിലായി അമ്പര ചുംബികളായ 2 അതിമനോഹര കൊട്ടാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ആ കൊട്ടാരങ്ങൾ ബാബിലോണിന്റെ പൂർവ്വ മഹത്വത്തെ വിരൽ ചൂണ്ടുകയാണ്. അതിന്റെ താഴിക കുടങ്ങൾ തനി താമ്രത്തിലാണ് ജ്വലിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ 2 വശത്തെ കൊട്ടാരങ്ങൾക്കടിയിൽ ഭൂഗർഭത്തിലൂടെ യൂഫ്രട്ടീസ് നദിയെ നദിക്കടിയിലൂടെ ക്രോസ് ചെയ്ത് 25 സ്ട്രോങ് റൂമുകൾ ഉണ്ട്. ആ സ്ട്രോങ് റൂമുകളിലാണ് രത്ന സ്വർണ്ണ വെള്ളി പണ്ഡങ്ങൾ കൊണ്ടുവന്ന് രാജാക്കന്മാർ പിടിച്ചു
അടിച്ചടക്കിയ ശേഖരങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതിന് മുകളിൽ കൂടി ഈ രണ്ട് കൊട്ടാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമുണ്ട്. അതിന്റെ രണ്ട് ഭാഗത്തുമായി 70ഓളം സ്തൂപികകളിൽ ഉയർന്നിൽക്കുന്ന ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരങ്ങളുടെ മുകളിൽ ഏതാണ്ട് 650 അടി കുത്തനെ ഉയർത്തിക്കൊണ്ട് 45 അടി ഉയരത്തിൽ പറന്നു നിൽക്കുന്ന ഒരു മനോഹരമായ ചാപ്പലുണ്ട്. അത് ബേൽ ദേവന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഏതാണ്ട് $2000 കോടി പച്ചയ്ക്ക് വില വരത്തക്ക വിധത്തിൽ തനി തങ്കം കൊണ്ട് കത്തിപ്പണത ഒരു ബേൽ ദേവന്റെ ക്ഷേത്രാരാധനാ രൂപമാണ് അതിന് മുകളിൽ നിൽക്കുന്നത്. അത് തനി തങ്കമാണ്. ചുറ്റും ഉയർന്നു നിൽക്കുന്ന ഗോപുരത്തിന്റെ മകുടങ്ങളെല്ലാം പിത്തളയാണ്. പ്രവേശന കവാടത്തിലും അസ്തമന കവാടത്തിന്റെയും ഗേറ്റുകൾ താമ്രമാണ്. അത് ഉദയാസ്തമന സമയത്ത് പട്ടാളക്കാർ വലിച്ചങ്ങോട്ട് അടയ്ക്കുമ്പോൾ അതിലേക്ക് മിന്നിത്തിളങ്ങുന്ന സൂര്യകിരണങ്ങൾ മുകൾ പരപ്പിലേക്കൊന്ന് ജ്വലിച്ചു കത്തിയാൽ ദൂരെ നിന്ന് നോക്കുന്ന ഒരാളിന് വെള്ളിത്താലത്തിൽ പൊന്നാരിഞ്ഞ വെട്ടിത്തിളങ്ങുന്നത് പോലെ ജ്വലിച്ചു കത്തുന്ന മനോഹരമായ കൊട്ടാര സമുച്ചയമാണിത്. ഇത് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നതാണ്. ഇതിന് തൊട്ട് താഴ്വശത്ത് കൊട്ടാരങ്ങളുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ദർബാർ ഹാൾ. അതിന് നീളം 150 അടി, 75 അടി വീതി. 1000ഓളം മഹത്തുക്കൾക്കാണ് അവിടെ വിരുന്നൊരുക്കി വെച്ചിരിക്കുന്നത്. അത് സാധാരണ വിരുന്നല്ല. 1000ഓളം മഹത്തുക്കൾ കുടിച്ചു കൂത്താടുന്ന അവരുടെ ഭാര്യമാരും വെപ്പാട്ടികളും ലൈംഗിക അസാൻമാർഗികതകളുടെ പശ്ചാത്തലത്തിൽ കല്ലും മരവും കൊണ്ടുള്ള ദേവീ ദേവന്മാരെ പുരാതനകാല മിത്തുകളുടെ പശ്ചാത്തലത്തിലെ ആരാധനയിൽ തിമിർത്തട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ ബെൽസസറിന്റെ ഹൃദയത്തിൽ ഒരു ദുരാഗ്രഹം അങ്കുരിച്ചു. ശ്രദ്ധിക്കണേ, ആ ആഗ്രഹം മറ്റൊന്നല്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബെൽസസർ അവന്റെ ശവസംസ്കാരം ആഘോഷിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം ബെൽസസറിനെതിരെ വിധി പുറപ്പെടുവിക്കാൻ തുടങ്ങുകയാണ്. ഈ കൊട്ടാരത്തെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണ്ട് 150 അടി നീളം ഈ അതേ ഭോജനശാലയ്ക്കുണ്ട്. 75 അടി വീതി ഈ ഭോജനശാലയ്ക്കുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് വെണ്ണ കല്ലുകൊണ്ട് തീർത്ത ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന്റെ തൊട്ടുപുറകിലുള്ള മുഴുവൻ ഇഷ്ടികകളും ഛായാചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ഇതിന്റെ വലത്തുവശത്തായി ഭൂഗർഭ ഗവേഷകന്മാർ കണ്ടെടുത്തത് ഞാൻ ചേർത്ത് പറയും. ഇതിന്റെ വലത്തുവശത്തായി ഒരു വലിയ വിളക്ക് ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പണിയായി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന നിലവിളക്ക് ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ വെളിച്ചം പകരാൻ കത്തി നിൽക്കുമ്പോൾ ആ നിലവിളക്കിനോട് ചേർന്ന് ഭിത്തിയിൽ ഒരു ഫലകമുണ്ട്. സാധാരണ വിജയശില എന്ന് വിശേഷിപ്പിക്കുന്ന ഫലകങ്ങളില്ലേ, ഇതുപോലെ ബാബേൽ രാജാക്കന്മാരുടെ പൂർവ്വ ചരിത്രം മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്ന വെള്ളച്ചുവരിലെ ഒരു ഫലകം. കുടിച്ചു കൂത്താടിക്കൊണ്ടിരിക്കുന്ന സമയം ഒടുക്കത്തെ ഒരാഗ്രഹം അലക്സാണ്ടർ ഈ രാജാവിന് തോന്നി. ദൈവത്തിന് സ്തോത്രം. ഇയാൾക്ക് തോന്നി ഒടുക്കത്തെ ഒരാഗ്രഹം. അത് ഇദ്ദേഹത്തിന് ഈ രാജാവിന് ഒരു ഒടുക്കത്തെ ആഗ്രഹം തോന്നി. എന്താ ഈ ആഗ്രഹം എന്നറിയാമോ? ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾക്കകത്തൊന്ന് കുടിക്കണമെന്നാണ് ബെൽസസറിന്റെ ആഗ്രഹം. ഇത് കേവലം ഒരാഗ്രഹമല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. ഇത് ഇത്രയും നേരം ആരാധനയിൽ സന്തോഷിപ്പിച്ചത് ബേൽ ദേവനെയും അനുബന്ധ ആരാധനാ മൂർത്തികളെയുമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്രയും ഉയർത്തി ആരാധിക്കുന്ന ഈ ദൈവം ഉള്ളപ്പോൾ ഇതിനെക്കാട്ടിൽ വലിയ ഒരു ദൈവം യെരുശലേമിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവനെ പ്രകോപിപ്പിക്കാൻ എന്താണ് വഴി? അവൻ എത്ര വിജയിയാണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കൊട്ടാരത്തിനകത്തേക്ക് യെരുശലേം ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ വരാൻ കൽപ്പന പുറപ്പെടുവിച്ചത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിനെതിരെയുള്ള മത്സരം കണക്ക് തീർക്കാൻ സർവശക്തൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ഓർക്കണം. ഇന്ന് രാത്രി ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത
അറിയുന്നത് കൊണ്ട് നാം ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾക്ക് രാത്രി കഴിയും? ഇന്ന് രാത്രി നിങ്ങൾ ഇത്രയും പേര് ഇന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യത്തോടൊരു സന്ധ്യ കൂടെ കാണാൻ ദൈവം കഴിവ് തന്നത് മാത്രം ഓർത്താ പോരെ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ? ഇടനെഞ്ചിൽ നിന്ന് ഇടവിടാതെ ഇടിക്കുന്ന ആ ചങ്കില്ലേ, ഹാർട്ടില്ലേ, ഏതാണ്ട് 22 പ്രാവശ്യം 1 മിനിറ്റ് ഇടിച്ച് രക്തധമനികളിൽ ചോര തള്ളിക്കയറ്റുന്ന പമ്പ് കഴിഞ്ഞ പകൽ മുഴുവൻ നീ അറിയാതെ ഇടനെഞ്ചിൽ ചലിക്കാൻ ദൈവം അനുവദിച്ചത് കൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഗാഢമായി ഉറങ്ങിയപ്പോൾ അതിന്റെ പണി നിന്ന് പോകാൻ അനുവദിക്കാതെ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച ഒരു പ്രാവശ്യം കൂടെ വചനത്തിന്റെ മുൻപിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത് നിന്റെ കരുത്തല്ല, ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവവൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീ സേവിക്കുന്ന ദൈവത്തെ വെല്ലുവിളിക്കാൻ നാവുകൾ ചലിക്കരുത്. ഇതിന്റെ പുറകിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ കരം ചലിച്ചാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇന്നേക്ക് 10-20 വർഷങ്ങൾക്ക് പുറകിൽ കോട്ടയം പയസ്റ്റൻ്റേത് കോൺവെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഫാദർ ബെൻഡിക്, അതെ, ദൈവത്തിന് സ്തോത്രം, 1-2 പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഒക്കെ അതിനകത്തെ ബന്ധം എന്താണ്, അതിനകത്ത് എന്താണ് ഇവർ തെറ്റിയതെന്നും നമുക്കറിയില്ല. കാരണം ഏതൊരു കോടതിയെയും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ഒരു പെൺകുട്ടി സ്വന്തം പിതാവിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 17 വയസ്സ് പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരനോട് തോന്നിയ അവിഹിത ബന്ധത്തിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തേണ്ടതിന് പോലീസ് സ്റ്റേഷനിൽ പിതാവ് കൊണ്ട് കേസ് കൊടുത്ത് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പിതാവ് അവളെ ദുർമാർഗത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ്, പിതാവിനാൽ ഗർഭവതിയായി എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അവസാനം 10-ലധികം വർഷങ്ങൾ അയാളെ കഠിന തടവിന് വിധിച്ച് 10 വർഷം കഴിഞ്ഞ് അദ്ദേഹം കഠിന തടവ് കഴിഞ്ഞ് ഇറങ്ങാൻ സമയമെത്തിയപ്പോൾ സ്തോത്രം അദ്ദേഹം ബലഹീനനായി അവസാനം മരിച്ചു കഴിയുന്നതിനുള്ള ബന്ധത്തിൽ 2ാം കേസ് ഫയൽ ചെയ്തത് കോടതി എടുത്ത് വിധി പുറപ്പെടുവിച്ചു. ഇയാൾ നിരപരാധിയായിരുന്നെന്ന്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, 4 പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം. 4 പേര് കൂടിയാൽ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം. എന്നാൽ വിശുദ്ധനാര് അശുദ്ധനാരെന്ന് മുഖപക്ഷമില്ലാതെ വിധിക്കുന്ന ഒരു കോടതി ഇതിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈകെട്ടി വാപൂട്ടി ഇരിക്കരുത്. പ്രാർത്ഥിക്കുന്ന നീ ഇവിടെ നിന്ന് ആത്മാവിലൊന്ന് കാണണം. ഇതിന് മുകളിൽ കാര്യം തീർത്തുകൊണ്ട് കോടതി ഇന്ന് രാത്രി സജീവമായി ിരിക്കുക. അവന്റെ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് അന്ന് അഭയക്കൊല കേസിൽ കുറ്റവാളികളായി കരുതപ്പെട്ടവരെ റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പുറപ്പെടുവിച്ച ഒരു വിധി പ്രസ്താവനയുടെ കോപ്പി, അതിന്റെ പത്രവാർത്ത എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കോടതി നീതി നിറവേറ്റുമെന്ന് ഓർക്കണം. സത്യം തുറന്ന് സംസാരിക്കാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിലായിരിക്കും ഇരിപ്പിടം ഒരുങ്ങുക എന്ന കാര്യം മറക്കരുത് എന്ന് എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് വിധി പ്രസ്താവനയോട് ബന്ധപ്പെട്ട് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം പറഞ്ഞുകൊണ്ട് പറയാം, ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഇതിനെക്കാട്ടിൽ വലിയൊരു കോടതി ഉയരത്തിലുണ്ടെന്നും ഞങ്ങളുടെ കോടതിക്ക് 10-12 കൊല്ലം വിധി നടത്താൻ കഴിവുണ്ടെങ്കിലും അവിടുത്തെ കോടതിക്ക് ആത്മാക്കളെ നരകത്തിയിരുത്താൻ ശക്തിയുണ്ടെന്നും അരുളി ചെയ്ത വചനം വിശ്വസിക്കാൻ വർക്ക് മുൻപിൽ എറണാകുളം ഹൈക്കോടതി ജഡ്ജ് പറയുന്നു, ഇതിനെക്കാട്ടിൽ വലിയൊരു കോടതി മുകളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്. ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്. ഇവിടെ വിധി വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധി വിസ്താരമുണ്ട്. ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ പ്രതിക്കൂടുണ്ട്. ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്. ഇവിടെ തൊണ്ടി സാധനമുണ്ടെങ്കിൽ ഉയരത്തിൽ തൊണ്ടി സാധനമുണ്ട്. ഇവിടെ വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിസ്താരമുണ്ട്. ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ
ഉയരത്തിൽ ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ട്. ഇവിടെ നിയമഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിയമഗ്രന്ഥമുണ്ട്. ഇവിടെ വക്കീലുണ്ടെങ്കിൽ അവിടെ വക്കീലില്ല. കള്ളത്തരങ്ങൾ നിയമത്തിന്റെ വെള്ളം ചേർത്ത് തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവെപ്പും നടത്തി ആർക്കു വേണ്ടി വാദോരാതെ വാദിക്കാൻ കാശ് മുടക്കിയാൽ ഇവിടെ വക്കീലിനെ കിട്ടും. എന്നാൽ സ്വർഗത്തിന്റെ കോടതിക്ക് മുൻപിൽ എത്തിച്ചേരുന്ന ഒരു പ്രതിയുടെ മുൻപിൽ വാദിക്കാൻ ഒറ്റ വക്കീൽ കാണുകയില്ല. ജഡ്ജിയുടെ മുൻപിൽ പ്രതി നിൽക്കുമ്പോ തന്നെ ഉള്ളിലിരിപ്പെടുക്കാൻ കഴിവുള്ള 10,000-കണക്കിന് മീൻ കൊടുന്ന ഗലീല കടലിൽ ചതുരദ്രഹ്മപ്പണം കുടലിൽ കുരുങ്ങിയ മീനെ പത്രോസിന്റെ ചൂണ്ടേ കയറ്റിയ ജഡ്ജിയാ ഇരിക്കാൻ തുടങ്ങുന്ന ജഡ്ജി എങ്കിൽ അവനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, അങ്ങനെ ഒരു ജഡ്ജി ഉയരത്തിലുണ്ട്. വർത്തമാനകാലത്ത് ദൈവത്തിന്റെ വിധി നടക്കുമോ? ഒരുപാട് കാര്യങ്ങൾ തെളിവിനായി പറയുവാനായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ന്യൂ ഓർലിയൻസ്, പച്ചപ്പട്ടു വിരിച്ചതുപോലുള്ള ന്യൂ ഓർലിയൻസ്. സ്തോത്രം. ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് എൻ്റെ ഒരു സ്നേഹിതൻ ന്യൂ ഓർലിയൻസിലെത്തി. ഒരു വിശ്രമത്തിന് വേണ്ടി ഒരു ദിവസം ഹോട്ടൽ റൂം എടുക്കാനാ. പക്ഷേ ഫ്ലോട്ടിംഗ് കാസിനോകളിൽ പൂർണ്ണ നഗ്നരായ പെൺകുട്ടികൾ നൃത്തം നടത്തുന്ന ന്യൂ ഓർലിയൻസിലെ 10 ലക്ഷത്തിലധികം ആളുകൾ ഗേ ലെസ്ബിയൻ സംസ്കാരത്തിന് വിധേയമായ കാലം അവർക്കൊരു റൂം കിട്ടിയില്ല. അടുത്ത ദിവസം പട്ടണത്തിലെ സമുദ്രതീരത്ത് നടത്താനിരുന്ന ഒരു ഗേ പ്രോഗ്രാമിന്റെ നഗ്ന പ്രോഗ്രാമിന്റെ തലേ രാത്രി കട്രീന എന്ന ചുഴലി കൊടുങ്കാറ്റ് കൊണ്ട് ദൈവം മണ്ണിനെ കണക്ക് ചോദിച്ച് വൻപന്മാരുടെ ശവങ്ങളെ സ്രാവുകൾ കൂണാക്കി നൽകിയെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, മരിച്ചിട്ടില്ല, അവൻ അവധിയെടുത്തിട്ടില്ല, അവന്റെ കരം ഇന്ന് രാത്രി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിക്ക് എന്ത് സംഭവിച്ചു? വേശ്യകളുടെ നഗരമെന്നറിയപ്പെടുന്ന ലൂസിയാന എവിടെ? അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ആദ്യമായി വ്യാപിച്ചത് 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് കിട്ടിയത് ഹെയ്ത്തിയിൽ നിന്നാണ്. നമ്മളൊരു ചൊവ്വാഴ്ച ഗാഢമായി ഉറങ്ങിയപ്പോൾ എന്റെ ദൈവം ഹെയ്ത്തിയെ ഒന്ന് പിടിച്ചു കുലുക്കി. 65,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ യോഗവേദിയിൽ പരസ്യമായി പറയുന്നു, ഹെയ്ത്തിയെ, നിന്നിൽ പാപമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ സ്വർഗത്തിന്റെ തീ വരുന്നുണ്ട്. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഗ്രഹാം സ്റ്റെയിൽസിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും വണ്ടിക്കകത്തോട്ട് നിന്ന് ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പം എണ്ണയെടുത്തൊഴിച്ച് കത്തിക്കുന്ന വേളയിൽ പിൻഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ നെഞ്ചേലോട്ട് വാരിയിട്ട് ആ പിതാവ് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് തൃശൂലം കൊണ്ട് അകത്തോട്ട് കുത്തിമലത്തി കത്തിച്ച് കരിക്കട്ടകളാക്കി ഇട്ടപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാ വിചാരിച്ചത്. എന്നാൽ അധികം താമസിക്കാതെ ഒരു സൂപ്പർ സൈക്ലോണിനെ കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണണം, അവൻ ഈ രാത്രി ജീവിച്ചിരിപ്പുണ്ട്. അവന്റെ കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിനക്ക് വേണ്ടി നടപടിയെടുക്കാൻ കഴിവുള്ള ഒരു സർവാധികാരിയുടെ കരം ഇന്ന് രാത്രി നിന്റെ ജീവന്റെ പുറകിൽ ഉണ്ടെങ്കിൽ ഇടത്തും വലത്തും ഇരിക്കുന്നവർ മിണ്ടാതിരുന്നാലും നീ ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകണം. ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ മേഖല ഇതുപോലൊരു ക്രിസ്തുമസ് ദിവസം അവർ പറഞ്ഞു, നിങ്ങളുടെ ദേവന്റെ ജന്മദിവസമാണ് ഡിസംബർ 25. ഒറ്റ ഒരുത്തനെ ഈ പ്രതലത്തിൽ കാണരുത്, ഓടി മലമുകളിൽ കയറിക്കൊള്ളണം. ഓടിച്ചു കയറ്റി ഏതാണ്ട് 4 ക്രൈസ്തവരെ നീചമായി പിടിച്ച് തലവെട്ടിയതിനു ശേഷം ഭയപ്പെടുത്താൻ വേണ്ടി 2 സഹോദരിമാരുടെ തലയുടെ തലമുടിയുടെ ഭാഗം ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് കഴുത്തിനടിയിൽ കൂടെ ചോര ഇങ്ങനെ വാർന്നൊഴുകുമ്പോ 2 സഹോദരന്മാരുടെ കഴുത്തിനടിയിൽ കൂടെ ചോര ഇങ്ങനെ വാർന്നൊഴുകുമ്പോ അടിക്കുറിപ്പെട്ടു, ഇതാണ് ക്രൈസ്തവ പീഡനമെന്ന്. അന്ന് രാത്രി അവിടെയുള്ള ക്രൈസ്തവർ മലമുകളിലേക്ക് ഓടിക്കയറി. അന്ന് രാത്രി ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും ഭൂഗർഭത്തിലൊന്ന് ഇന്റർലോക്കായി. കടൽ 7000 കിലോമീറ്റർ വേഗതയിൽ ഓടി. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ രാത്രി ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ക്രൈസ്തവരുടെ കഴുത്തടത്ത് നൃത്തം ചെയ്ത മണ്ണിന്ന് ഭൂമിയിലില്ല, സമുദ്രത്തിനടിയിലാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു.
അല്പം ചില വിഷയങ്ങളിൽ എൻ്റെ ദൈവം മൗനമായിരുന്നാലും ആ കരം ഉയർന്നു കഴിഞ്ഞാൽ തടയാൻ കഴിയില്ല. കൂടപ്പിറപ്പേ, ഇന്ന് രാത്രി ആ കരം ജീവനോടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഇല്ല, അവൻ മരിച്ചിട്ടില്ല, അവന്റെ കരം ചരിത്രത്തെ ചലിപ്പിക്കുന്നു. നിങ്ങൾ നോക്ക്, 150 അടി നീളം, 75 അടി വീതിയുള്ള ഒരു വലിയ ദർബാർ ഹാൾ. ഈ വലിയ ഹാളിനകത്ത് ബെൽസസർ സിംഹാസനത്തിൽ, വെണ്ണക്കല്ലുകൊണ്ട് തീർത്ത സിംഹാസനത്തിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ അവന്റെ ശവമടക്ക് അവൻ തന്നെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം. സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധ ആലയത്തിലെ പാത്രത്തിനകത്തൊരു കുടി, എന്റെ ഭാഷയെ പറഞ്ഞ ഒടുക്കത്തെ കുടി. സ്തോത്രം. ചിലർ അങ്ങനെയാണല്ലോ, അവസാനം കുടിച്ചിട്ട് ഭാര്യയുടെ കെട്ടുതാലിക്ക് പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പറയും ഇനിയും കുടിക്കത്തില്ല, പിന്നെയും കുടിക്കും. കുടിക്ക് വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിലെ കൊണ്ടുവന്ന് കുടി കൊണ്ട് നടന്നോടപ്പോ സർവശക്തന്റെ കരം ചലിക്കാൻ സമയമായി. പാപം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. എന്റെ ദൈവത്തിന്റെ കരം വേഗം ഇറങ്ങി വന്നു. അതാ ഈ ബെൽസസർ രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലിറ്ററലായി ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട്, സ്തോത്രം, അവന്റെ രാജധാനിയുടെ ചുവരിൽ രാജാക്കന്മാരുടെ വിജയശീലയുടെ മുകളിൽ എഴുതി മെനേ മെനേ തെക്കേൽ ഉപാർസി. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ എണ്ണി, ദൈവം നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ദൈവകോടതിയുടെ കൈയെഴുത്ത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിരലിന്റെ ചുവരിന്മേലുള്ള എഴുത്തിന് മുൻപിൽ ബെൽസസറിന് മുട്ടാടാൻ തുടങ്ങി. അവന്റെ ഉള്ളു വിചാരങ്ങളാൽ പരിഭവിക്കാൻ തുടങ്ങി. അവന്റെ അരയുടെ പഴിഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഒരു കാര്യം പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. സർവശക്തൻ വെളിപ്പെട്ടില്ല. അവന്റെ ദിവ്യ ദൂത സഞ്ചയങ്ങൾ പരിവാര സമുന്നിതമായി ഇറങ്ങി വന്നില്ല. ജാഞ്ചല്യമായ ദൈവ തേജസ്സിന്റെ പ്രഭാകാന്തി വെളിപ്പെട്ടു വന്നില്ല. മഹാദൈവം തന്റെ ദിവ്യമായ അഗ്നിപ്രഭയിൽ വെളിപ്പെട്ടില്ല. അവന്റെ വിരലിന്റെ ഒരറ്റം മാത്രം വന്ന് ഇത്രയും എഴുതിയപ്പം ഇത്രയും വിറച്ചെങ്കിൽ ദൈവത്തിന്റെ വിധി കോടതി വെളിപ്പെടുമ്പം മനുഷ്യകുലത്തിന്റെ രംഗം എന്തായിരിക്കുമെന്ന് ഇന്ന് രാത്രി എന്ന ആത്മാവിൽ കണ്ടാൽ കൈകെട്ടി എഴുന്നേറ്റ് പോകത്തില്ല. കേട്ടോ, ഞാൻ ഇന്ന് രാത്രി പറയുന്നത് കേവലം സങ്കല്പകഥയല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ ദൈവത്തിന്റെ വിധി യാഥാർത്ഥ്യമാണ്. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിന്റെ പുറകിൽ ദൈവത്തിന് ദിവ്യമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി മറ്റൊന്നുമല്ല. ആ പദ്ധതി നൂറ്റാണ്ടുകൾക്ക് പുറകിൽ വെളിപ്പെട്ട പ്രവചന രേഖകൾ ഇവിടെ നിവർത്തിയാകുകയായിരുന്നു. ഇന്നേക്ക് ദൈവത്തിന് സ്തോത്രം, 175 വർഷങ്ങൾക്ക് പുറകിൽ ദൈവത്തിന്റെ ദാസൻ ഇരമ്യ പ്രവാചകൻ മുഖാന്തരം ദൈവാത്മാവ് ഇങ്ങനെ കുറിച്ചു: നെബൂഖദ്നേസർ രാജാവിന്റെ കൈകളിലേക്ക് ഞാൻ ഈ ഭൂമിയിലെ ജനതകളെ കൈമാറുകയാണ്. ദേശത്തിന്റെ കാലാവധി ആകുവോളം അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും ആളുകൾ സേവിക്കേണ്ടി വരും. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. അവൻ വാഗ്ദത്തം നിവർത്തിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിന്മേൽ ദൈവം അരുളി ചെയ്തിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നിവർത്തിച്ചു തരാൻ ആ കരം ചലിച്ചാൽ അതിനെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ കണ്ണടച്ച് വാപൂട്ടി ഇരുന്ന് എഴുന്നേറ്റ് പോകരുത്. ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിച്ചിട്ട് പറയണം: എൻ്റെ ദൈവത്തിന്റെ അധരപുടത്തിൽ നിന്നൊരു ആലോചന പിറന്നു വീണാൽ അതിനെ തടയാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെ ഇല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയിട്ടൊരു പോരാട്ടം ഈ രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ദൈവകൃപയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട ദൈവ സാന്നിധ്യത്തിനെതിരെ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട ദൈവാഭിഷേകത്തിനെതിരെ വാദിക്കുന്ന ചില അദൃശ്യ ശക്തികളെതിരെ ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ കരം പ്രവചന നിവർത്തിയായി ചലിച്ചു കഴിയുമ്പോൾ നീ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നിന്റെ കൺമുൻപിൽ നിറവേറത്തക്ക വിധം അവന്റെ ബലമുള്ള കരം അതിന്മേൽ ഉയർന്നിരിക്കും. ഇത് യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, ഇതിന്റെ ദിവ്യത്വം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കണം. ദൈവത്തിന്
സ്തോത്രം. എത്ര ദൈവമക്കളുടെ അധരം ചലിക്കുമെന്ന് രാത്രി. ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ഇരിക്കുന്നത് ഗ്രൗണ്ടിലാണെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദിവ്യത്വം ഓർത്താൽ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന് അകം കത്തുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീശി അടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. നിന്റെ കവിൾത്തടങ്ങളിലെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിനക്ക് വേണ്ടി നടപടിയെടുക്കാൻ എഴുന്നേൽക്കുന്ന എൻ്റെ ദൈവത്തിന്റെ കരം ഒരു സമയത്ത് ചലിച്ചു കഴിഞ്ഞാൽ നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം നിവർത്തിക്കുവോളം ആ കരം നിനക്ക് അനുകൂലമായിരിക്കും. അതിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എൻ്റെ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചനാലോചന നൽകി. ആ പ്രവചനാലോചന ബാബേൽ കൊട്ടാരത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനാലോചനയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജൽപ്പകന്മാരുടെ ജൽപ്പനങ്ങളെ ദൈവത്തിന് സ്തോത്രം ഭോഷത്വമാക്കി അവരുടെ പ്രവാചകന്മാരെ ഭോഷന്മാരാക്കി എൻ്റെ ദാസന്റെ ആലോചന ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, ഈ എഴുത്ത് ഭിത്തിയിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒരാളും അവിടെ ഇല്ല. സ്തോത്രം. മന്ത്രവാദികളുടെയും ശകുനവാദികളുടെയും കണ്ണിനെ ദൈവം അടച്ചു. എല്ലാ കണ്ണുകളെയും ദൈവം ബന്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം. നിന്നെ മാനിക്കാൻ സമയം അടുക്കുമ്പോൾ നിനക്കെതിരെ വിരൽ ചൂണ്ടാൻ സാധ്യതയുള്ളവരുടെ ബുദ്ധിമണ്ഡലത്തെ ദൈവം കെട്ടിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വാഗ്ദത്തങ്ങൾ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുത്തുമെന്ന് മാത്രമല്ല, നിന്നെ അവഗണിച്ച് പുറത്തിറങ്ങിയവരുടെ നടുവിൽ അവർ നോക്കി നിൽക്കെ നിന്റെ തലയെ മാനിക്കാൻ എൻ്റെ ദൈവം ചില പദ്ധതികൾ ഒരുക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവചനാലോചന പോലെ ഈ സ്റ്റേജിൽ വിളിച്ചു പറയുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആത്മനിയോഗത്തോടെ അഭിഷിക്തന്മാരോട് പറയട്ടെ, നിന്നെ മാനിക്കേണ്ട സമയം അടുക്കുമ്പോൾ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ് കൊർന്നല്യോസിന്റെ മുറിക്കകത്തൊരു ദൂതനെ വിട്ട് കൈമാറ്റം ചെയ്തതുപോലെ നീ അറിയാത്ത ചില വ്യക്തികൾക്ക് നിന്റെ അഡ്രസ് കൈമാറിക്കൊണ്ട് നിന്റെ ഭാവി വഴികളെ മാറ്റിക്കുറിക്കാൻ നീ സേവിക്കുന്ന ദൈവം എഴുന്നേൽക്കാൻ ശക്തനാണ്. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. അവന്റെ കരം ചലിക്കാൻ തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ സാധാരണക്കാരനല്ല. അവൻ നെബൂഖദ്നേസർ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ഉന്നതമായ വിധത്തിൽ സ്വപ്നവ്യാഖ്യാനം നടത്തി സമൂഹത്തിന് ആദരവ് നേടിയവനാണ്. അങ്ങനാണെങ്കിൽ നിശ്ചയമായും മഹത്വക്കളിൽ പ്രധാനിയായി ആദരിക്കപ്പെടേണ്ടയാളാണ് ഈ ദാനിയേൽ പ്രവാചകൻ. എന്നാൽ ദാനിയേൽ പ്രവാചകനെ ആള് വിട്ട് വിളിച്ചോണ്ട് വന്നാണ് ഈ കൈയെഴുത്ത് വ്യാഖ്യാനിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ഈ ദൈവദാസൻ ഈ സമയത്ത് ഈ വിരുന്നിനകത്തില്ല. ആളുകൾ ചോദിച്ചു കാണും, ദാനിയേലേ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയോ? എന്തിന്? ആ വിരുന്നിന് ആ ഡൈനിങ് ഹാളിലെ വലിയ പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയോ? ദാനിയേൽ പറഞ്ഞു കാണും, കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ സേവിക്കുന്ന ദൈവവുമായി പോയി മുട്ടുമടക്കാൻ കഴിയാത്ത ഇടത്ത് എനിക്കൊരു ബന്ധവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് രാത്രി ഒരു ആലോചന ഞാൻ വിളിച്ചു പറയട്ടെ. ഈ കരോൾ സർവീസുകളും അനുബന്ധ ക്രമീകരണങ്ങളും പലതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം, നീ നിഷ്കളങ്കതയോടെ നിലനിന്നാൽ നിന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഉയരും. മഹാദൈവത്തിന്റെ കരം ഉയർന്നാൽ സമയത്ത് നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവം ആളെ വിട്ട് വിളിപ്പിക്കാൻ വഴിയൊരുക്കും. ദൈവത്തിന് സ്തോത്രം. മഹാരാജാവിന്റെ കൊട്ടാരം സ്തബ്ധമായിരിക്കുന്ന സമയം അകമ്പടി സേവിക്കുന്ന ആളുകളെ വിട്ട് ദാനിയേൽ പ്രവാചകനെ വിളിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്ന രംഗം നിങ്ങളൊന്ന് ഭാവനെ കണ്ടേ. ദൈവത്തിന് സ്തോത്രം. തിരുവനന്തപുരത്ത് MLA-മാരുടെയും മറ്റുമുള്ള വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, സമ്മേളനം നടുക്ക് സ്റ്റക്കായിട്ട് നിങ്ങളിൽ ഒരാളെ വിളിച്ചുകൊണ്ട് ചെല്ലത്തക്ക വിധം വാഹനം അയച്ച് സദസ് മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു രംഗം ഉണ്ടായാൽ എന്തായിരിക്കും നില? അങ്ങനാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ തല കുനിക്കാൻ അനുവദിക്കാതെ നിന്റെ തലയെ ഉയർത്തി മാനിക്കാൻ ദൈവത്തിന്റെ കരം ചലിക്കും. അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയുന്നു. ദൈവകരം ഉയരാൻ തുടങ്ങി. ദൈവത്തിന്റെ ദാസൻ ബെൽസസറിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൈയെഴുത്ത് വ്യാഖ്യാനിക്കത്തക്ക വിധം ദൈവം തന്റെ ദാസനെ കൊട്ടാരത്തിനകത്ത് ഉപയോഗിച്ചു. അങ്ങനാണെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവം എഴുതി വെച്ച രേഖകൾ നിവർത്തിക്കാൻ
സമയമെടുക്കുമ്പോൾ അല്പം ചില പ്രതികൂലങ്ങൾ ഉയർന്നാലും വിഷയത്തിന് നടുവിൽ ദൈവകരം ചലിക്കുമ്പോൾ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഓർക്കണേ, ഈ കൈയെഴുത്ത് ബെൽസസറിന്റെ അന്തിമ വിധിയായിരുന്നു. അടുത്ത മണിക്കൂറിൽ അവന്റെ കഴുത്ത് വെട്ടിക്കൊണ്ട് നെബൂഖദ്നേസർ ബെൽസസറിന്റെ ഭരണം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചുവരെഴുത്തിനെ കുറിച്ച് ഞാൻ ഒറ്റ വാക്കിൽ പറയാം, മരണ എഴുത്ത്. ഒന്ന് കരം ഉയർത്തി സ്തോത്രം പറയാമോ? മരണ എഴുത്ത്. ആർക്കെതിരെയുള്ള മരണ എഴുത്ത്? ബെൽസസറിന്റെ മരണ എഴുത്ത്. നമുക്കറിയാം, സ്തോത്രം, കേസ് വാദിക്കാൻ പോലീസ് അഡ്വക്കേറ്റ് എടുക്കുമ്പോ പേജ് കണക്കിന് വിഷയങ്ങളാണ് ഈ കേസിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത്. വാരി വലിച്ചായിരിക്കും വാദം. എന്നാൽ വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി ജഡ്ജി എഴുന്നേക്കുമ്പോ വിധി പ്രസ്താവന വാരി വലിച്ചല്ല, 4 വാക്കിൽ വിധി ഒതുക്കും. സ്തോത്രം. അങ്ങനാണെങ്കിൽ സ്വർഗത്തിന് വാദമില്ല, സ്വർഗത്തിന് വിധിയേ ഉള്ളൂ. സ്തോത്രം. സ്വർഗത്തിന്റെ വിധി ചലിക്കുകയാ. മേനേ മേനേ തെക്കേ ലുഭാർസി. സ്തോത്രം. എന്നാൽ ഈ രാത്രി പറയട്ടെ, നിന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന ന്യായവിധിയുടെ വിധിയെഴുത്തുകളെ മായ്ച്ചു കളയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ നിന്റെ മേൽ തൂങ്ങിക്കിടക്കുന്ന വിധിയെഴുത്തിനെ മായ്ച്ച് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളൊരു ശക്തിയെ ഇന്ന് രാത്രി ഞാൻ ഈ വേദിയിൽ പ്രസന്റ് ചെയ്യുന്നു. അതിക്രമമൊക്കെയും നിങ്ങളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നിങ്ങൾക്ക് വിപരീതവും പ്രതികൂലവുമായ കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തഴച്ച് നടുവിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയെ കാൽവറിയിൽ പരസ്യ കാഴ്ചയാക്കുന്ന യേശുവിന്റെ ക്രൂശ് എനിക്കെതിരെയുള്ള ദൈവത്തിന്റെ വിധി മാറ്റാൻ ശക്തമാണ്. ഇത് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ കുടുംബത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന ദൈവകോടതിയുടെ വിധിയെ മാറ്റാൻ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിൽ വ്യാപരിക്കുന്ന ക്രൂശിന്റെ ശക്തിക്ക് കഴിയും. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ പറയാം, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് നൽകുന്ന നിയോഗത്താൽ നിന്റെ അധരം ചലിച്ചാൽ നാളെ നടത്താൻ ശത്രു നിന്റെ കുടുംബത്തിന് മേൽ കരുതി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം ചില നാവുകളുടെ മേൽ ദൈവാത്മാവ് ഈ രാത്രി പകരുകയാണ്. ഞാൻ ഈ രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞ് കാത്തിരിക്കേണ്ട. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭവനത്തിൽ വരാൻ തുടങ്ങുന്ന ചില വിധികൾ, നിനക്ക് സംഭവിക്കാൻ തുടങ്ങുന്ന ചില മരണവിധികൾ, നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങുന്ന ചില കടുങ്കെട്ടുകൾ, നിന്റെ ഭവനത്തെ മുച്ചൂട് മുടിക്കത്തക്ക വിധം ഇന്ന് രാത്രി ഒരു കൊടുങ്കാറ്റ് പോലെ അവന്റെ ആവനാഴിയിൽ നിന്ന് പെയ്തിറക്കിക്കൊണ്ടിരിക്കുന്ന ശാപബന്ധനങ്ങൾ അതെത്ര പ്രബലമാണെങ്കിലും രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചാൽ ഈ പ്രാർത്ഥന നടക്കുന്നതിന് നടുവിൽ തന്നെ അതിനെ അഴിച്ചു മാറ്റാൻ ആ കരം ചലിക്കുമെന്ന് മാത്രമല്ല, എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ ഇറങ്ങി ഇടപെടാൻ തുടങ്ങുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഈ രാത്രി ചില നാവുകൾ ഇവിടെ പ്രാർത്ഥനയിൽ ഒന്ന് ചലിച്ചു തുടങ്ങട്ടെ. ചില നാവുകൾ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ ചലിച്ചു തുടങ്ങട്ടെ. ചില കുടുംബങ്ങളുടെ കടുങ്കട്ടഴിക്കാൻ എന്റെ യേശുവിന്റെ കരം ഉയർന്നു നിൽക്കുന്നെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു പ്രവചിക്കട്ടെ. ഇതൊരു അസാധാരണ ദൈവശക്തിയുടെ വ്യാപാര വേളയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങളുടെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ കർത്താവ് ഈ യോഗത്തിനകത്ത് ചില രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങുന്നു. ചില നരക കവാടങ്ങൾ ഈ രാത്രി വിറയ്ക്കുന്നു. ചില പാതാള ഗോപുരങ്ങൾ ഇന്ന് രാത്രിയിൽ ബന്ധനം അഴിച്ചു മാറ്റുന്നു. യേശുവിന്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി ഇവിടെ തൊടുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ഭവനത്തിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന ചില മരണവിധികളുടെ ചുവരെഴുത്തുകളെ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തിയാണ് ക്രൂശിൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. ആ രക്തത്തിന്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, അത് നാളെ രാത്രിയല്ല, ഇന്ന് രാത്രി ഞാൻ ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ തന്റെ ഏക മകൻ നേവിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന സമയം വിധവയായ അമ്മ രാത്രിയിൽ ഗാഠമായി ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിനിടയിൽ ആരോ ഈ അമ്മച്ചിയെ തട്ടി ഉണർത്തുന്നത് പോലെ എഴുന്നേറ്റിരുന്ന് തലമുറയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഒരു ദൂത് പറയട്ടെ. പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ലാത്ത സമയം, പ്രാർത്ഥനയ്ക്ക് ചില അന്തർനിയോഗങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുന്നത് ആത്മാവിൽ കാണണം.
യോഗത്തിനകത്തിരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കടന്നു പോകാൻ തുടങ്ങുന്ന വഴികളിൽ നിന്നെ കാത്തിരിക്കുന്ന ഈ അനർത്ഥങ്ങളെ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ കാണുന്നെങ്കിൽ വായടച്ചിരിക്കരുത്. പ്രാർത്ഥനയുടെ ആത്മാവിൽ ഇന്ന് രാത്രി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ശുശ്രൂഷ ഉപസംഹരിക്കുന്നതിന് മുൻപ് ആ കടുങ്കെട്ടുകളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ഇതിനകത്ത് ഉയരുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എന്റെ നാഥന്റെ കരം ആ വിഷയത്തെ ഇന്ന് രാത്രി തൊടാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തായാലും വേണ്ടില്ല, ഈ അമ്മച്ചി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. 2:30 സമയം. പ്രാർത്ഥന കഴിഞ്ഞ് ഗാഠമായി ഉറങ്ങുന്നതിന് മുൻപ് കലണ്ടറിൽ ആ ഡേറ്റ് ഒന്ന് കുറിച്ചിട്ടു, ടൈം ഒന്ന് കുറിച്ചിട്ടു. സ്തോത്രം. പിറ്റേ ദിവസം രാവിലെ റേഡിയോ വെച്ചപ്പോൾ ഒരു വാർത്ത. അതിതാണ്, തന്റെ മകൻ ഓപ്പറേറ്റ് ചെയ്ത നേവിയുടെ ഫ്ലൈറ്റ് ക്രാഷായി. തന്റെ സഹപ്രവർത്തകരും മകനും ചിതറിപ്പോയി. എല്ലാവരും മരിച്ചു. ആരും അവശേഷിച്ചിട്ടില്ല. ഏക മകന്റെ നിര്യാണ വാർത്ത അറിഞ്ഞ ആ മാതാവ് ഇടനെഞ്ചു പൊട്ടി കരഞ്ഞു. എത്ര ഭയങ്കരം! വളരെ വേദനയോടെ കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത ചെവിയിലെത്തി. റേഡിയോയിലൂടെ വന്ന വാർത്തയാണ്. തന്റെ മകൻ ഓപ്പറേറ്റ് ചെയ്ത ഫ്ലൈറ്റ് ക്രാഷായി. മറ്റുള്ളവരൊക്കെ ചിതറിപ്പോയി. എന്നാൽ ഇദ്ദേഹം, ഈ മകൻ പാരച്യൂട്ടിൽ താഴേക്ക് ചാടി. അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്വരാജ്യത്തിന്റെ അതിർത്തിയിൽ അവൻ വന്നിറങ്ങി. അവൻ ഇന്ന സമയം എയർപോർട്ടിലെത്തും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഞാൻ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറയുന്നു, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. നിന്റെ ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും നിനക്ക് വേണ്ടി നീ അറിയാതെ കുടുംബത്തിന് മേലുള്ള മേലെഴുത്തുകളെ മാറ്റിക്കുറിക്കാൻ ഈ രാത്രിയും ആ കരം നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പറയാം. ഈ മാതാവ് എയർപോർട്ടിൽ ചെന്ന് മകനെ സ്വീകരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് വീട്ടിലെ ബെഡ്റൂമിലോട്ട് കയറിയ മകൻ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഒരു ഡേറ്റിന്റെ മുകളിൽ രാത്രി 2:30 മോന് വേണ്ടി പ്രാർത്ഥിച്ച സമയം അമ്മ എഴുതിയിട്ടിരിക്കുകയാണ്. സ്വന്തം മാതാവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തുകൊണ്ട് ആ മകൻ ചോദിച്ചു, അമ്മേ ഈ സമയം ആരാ തട്ടി ഉണർത്തിയതെന്ന് അറിയാമോ? മറ്റാരുമല്ല, ഞാൻ സേവിക്കുന്ന ദൈവമാണ്. ലോകത്തിൽ ആർക്കും അറിയാത്ത ഈ സമയം, ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ക്രാഷായ സമയം, പാരച്യൂട്ടിൽ ജീവനും മരണത്തിനും ഇടയിൽ താഴെ കൂർന്നിറങ്ങുമ്പോൾ എൻ്റെ അമ്മയെ കിടക്കയിൽ തട്ടി ഉണർത്തിയത് മനുഷ്യന്റെ കരമല്ല, അത് മഹാദൈവത്തിന്റെ കരം തന്നെയാണ്. ഇന്ന് രാത്രി ഈ വചനം ഇവിടെ പ്രസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ദൈവശക്തിയുടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളോട് ആത്മനിയോഗത്തോട് ആലോചന വിളിച്ചു പറയുന്നു. നിന്റെ കുടുംബത്തിൽ ഉയർന്നു വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ, ചില വഴിവക്കിൽ പൊലിഞ്ഞു പോകത്തക്ക വിധത്തിലുള്ള ചില ആക്സിഡന്റുകളെ, നിന്റെ ഭവനത്തിൽ വരാൻ തുടങ്ങുന്ന മരണവിധികളെ ഇന്ന് രാത്രി റദ്ദാക്കാൻ, നിന്റെ കുടുംബത്തിന്റെ ചില വിധികളുടെ ചുവരെഴുത്തുകളെ ഇല്ലാതാക്കാൻ ക്രൂശിലെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പാസ്റ്റർ രാജു മേത്രയുടെ വാക്കുകളുടെ ശക്തിയല്ല, അത് കാൽവറിയിൽ വ്യാപരിക്കുന്ന വിടുതലിന്റെ വ്യാപാര ശക്തിയാണ്. അതിന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി നോക്കുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഉറപ്പിക്കപ്പെടേണ്ടത് മനുഷ്യന്റെ വാക്കുകളിലല്ല, കാൽവറിയുടെ ബലിപീഠത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് രാത്രി നോക്കണേ. എന്റെ വാക്കിന് ആ ക്രൂശിനെ വിശദീകരിക്കാൻ ശക്തിയില്ല. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന അടിയേറ്റ് വീണ്ടും എഴുന്നേറ്റും നമ്മുടെ നാഥൻ ഗോൽഗോഥയോട് അടുക്കുകയാ. നിങ്ങൾ ശ്രദ്ധിക്കൂ, 25 മീറ്റർ ഉയരത്തിൽ 2 കണ്ണുകളുടെ ഭാഗത്ത് 2 ഗുഹകൾ, മൂക്ക് കപാലാകൃതിയിൽ മുൻപോട്ട് തള്ളി ഉയർന്നു നിൽക്കുന്ന കാൽവറി, തലയോടിടം ഗോൽഗോത്ത ക്രാനിയോൻ എന്നറിയപ്പെടുന്ന ആ മലയുടെ മുകളിലേക്ക് എന്റെ നാഥൻ വേച്ചും വിറച്ചും സ്തോത്രം വന്ന് കയറുകയാ. നിത്യ നിയമത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവകോടതിയുടെ വിധി നടക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, എന്റെ മേൽ ദൈവകോടതി വെച്ചിരുന്ന ന്യായവിധിയുടെ ചുവരെഴുത്തിനെ വലിച്ചു മാറ്റിയിട്ട് എന്നെ നിത്യതയ്ക്ക് അർഹനാക്കാൻ ദൈവത്തിന്റെ പദ്ധതി നടക്കാൻ തുടങ്ങുന്നു. പണി തീർന്ന ക്രൂശ് മലർത്തി അങ്ങോട്ട് ഇട്ടിട്ട്, ഷൂസ് ഇട്ട കാലുകൊണ്ട് കൈകാലുകൾ മരത്തോട് ചേർത്ത് കഠോരന്മാരായ റോമാ പടയാളികൾ ചവിട്ടിപ്പിടിച്ച്
കൈകാലുകളെ മുറിച്ചിറക്കുന്ന ആണി സന്ധിബന്ധങ്ങളെ ഭേദിച്ചിറങ്ങുമ്പോ ഇന്ന് രാത്രി ആ ക്രൂശിൽ ഉയരുന്ന നിലവിളി എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചു കേൾക്കണമേ. സ്തോത്രം. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഒരമ്മയുടെ മകൻ തന്റെ അമ്മ തനിക്ക് ജന്മം തന്നിട്ട് തനിക്ക് വേണ്ടി ജീവസംരക്ഷണാർത്ഥം മരിച്ചു എന്നൊരു വാർത്ത അറിഞ്ഞാൽ എന്നും മരണം വരെ അവന്റെ അമ്മയുടെ ഓർമ്മ ഉള്ളിൽ പുണ്ണിൽ അമ്പ് തറയ്ക്കുന്ന വേദനയായിരിക്കും. നിങ്ങൾക്കറിയാമോ, കൊറിയയിൽ മഞ്ഞു പെയ്യുന്ന ഒരു പകൽ, അസ്ഥി കൊച്ചുന്ന മഞ്ഞ് പെയ്തിറങ്ങുമ്പോൾ ഒരു അമേരിക്കക്കാരിയായ യുവതി സ്വന്തം കുഞ്ഞിനെ, നവജാത ശിശുവിനെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ വീടുകളുടെ ഭാഗങ്ങളിലേക്ക് ചേർന്ന് കയറി നിൽക്കാൻ ശ്രമിക്കുന്നു, രക്ഷപ്പെടാൻ, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. അമേരിക്കൻ വൈര്യം ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ആ രാഷ്ട്രീയ വൈര്യത്തിന്റെ സമയം വീട്ടുകാരകത്തുനിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു, പോ പോ, നിനക്കൊക്കെ കണ്ട വഴിയെ പോകുന്ന അമേരിക്കക്കാർക്ക് കയറി ചാരാനുള്ളതല്ലടേ ഇവിടം, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഇറക്കുകയാണ്. 2-3 വീടുകളുടെ ഓരങ്ങളിലോട്ട് കയറി നിൽക്കാൻ അവൾ ശ്രമിച്ചു. അവളെ അവിടെ നിന്നെല്ലാം ആട്ടിയിറക്കി. അങ്ങനിരിക്കെ നിസ്സഹായയായി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അലറി കരഞ്ഞുകൊണ്ട് അവൾ നടുറോടെ അലറിക്കൊണ്ട് നടക്കുമ്പോ ആരോ ഒരാൾ പറഞ്ഞു, ദേ ആ കാണുന്നത്, ആ പാലത്തിന്റെ തൊട്ടപ്പുറത്ത് പൊങ്ങി നിൽക്കുന്നത് ഒരു മിഷനറിയുടെ വീടാ. അവിടെ ചെന്നാൽ നിനക്കും നിന്റെ കുട്ടിക്കും സുരക്ഷിതത്വം കിട്ടും. അവൾ വേഗം നടക്കാൻ തുടങ്ങി. അവൾ നടന്ന് പാലത്തോട് അടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, ഇല്ല, മാംസം മരവിച്ചു പോകുന്നു, കാലിനിയും വെക്കാൻ ആരോഗ്യമില്ല, ഞാൻ ഇവിടെ മരവിച്ചു വീഴും. അവൾ നേരെ ആ പാലം ക്രോസ് ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് പാലത്തിനടിയിലേക്ക് ഇറങ്ങി. ആ പാലത്തിനടിയിലെ കല്ലിൽ അങ്ങോട്ട് ഇരുന്നിട്ട് സ്വന്തം കുഞ്ഞിനെ മടിയിലോട്ട് വെച്ച് ആ അമ്മ ആ കുഞ്ഞിന്റെ പുറത്തോട്ട് ഉള്ള ശക്തിയോടെ കുനിഞ്ഞ് അവളുടെ വസ്ത്രവും ശരീരവും കൊണ്ട് ഈ കുഞ്ഞിനെ അടുക്കി പിടിച്ച് ആ കുഞ്ഞിനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കെട്ടിപ്പിടിച്ചിരുന്ന് ആ ഇരിപ്പിൽ മരവിച്ച് മരിച്ചുപോയി. രാവിലെ സമയം മിഷനറി പ്രഭാതയാത്രയ്ക്ക് ഇറങ്ങി വരുമ്പോ ഒരു കുഞ്ഞിന്റെ നിലവിളി കാതോർത്ത് ഇറങ്ങി വന്നപ്പോ പാലത്തിനടിയിലെ കല്ലിലിരുന്ന് അമ്മയുടെ മടിയിൽ മരവിച്ച് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന കുഞ്ഞ് ജീവന് വേണ്ടി പിടയുകയാ. ആ കുഞ്ഞിനെ അവിടുന്ന് എടുത്ത് ഓർഫനേജിൽ കൊണ്ട് സംരക്ഷണം നൽകുകയും ആ അമ്മയെ ക്രൈസ്തവാചാര പ്രകാരം ശവമടക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് 10 വർഷം തികഞ്ഞപ്പോ, അവിടെ എത്തിയിട്ട് 10 വർഷം തികഞ്ഞപ്പോ മിഷനറി മുറിയിലേക്ക് ചെന്ന് പറഞ്ഞു, മോനെ, നീ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഈ കാണുന്ന പാലത്തിനടിയിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് നിന്റെ കഥ പറയുന്ന കല്ല. ആ കല്ലിൽ ഒരു ദിവസം നിന്റെ അമ്മ നിന്നെ മടിയിൽ പിടിച്ചു കിടത്തി, കെട്ടിപ്പിടിച്ച് നിനക്ക് ജീവന് സംരക്ഷണം നൽകി. കൊടും ശൈത്യ സമയം മരവിച്ചു മരിച്ചിരുന്നപ്പോ ആ ഡെഡ് ബോഡിയുടെ മടിയിൽ നിന്നാ മോനെ എനിക്ക് നിന്നെ കിട്ടിയത്. ഈ കുഞ്ഞിത് കേട്ടപ്പോൾ സമചിത്തത കളഞ്ഞ് സമനില വിട്ട് അലറാൻ തുടങ്ങി. എനിക്ക് ജീവൻ തരാൻ, എനിക്ക് പകരം യാഗമായി എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കരയുകയാണ്. രാത്രി സ്തോത്രം ഉറങ്ങാൻ പോയ അവൻ രാവിലെ മുറിയിൽ കാണാഞ്ഞത് കൊണ്ട് മഞ്ഞിൽ പുതഞ്ഞു കിടന്ന പാദങ്ങളെ പിൻപറ്റിക്കൊണ്ട് മിഷനറി ചെന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ആ പാലത്തിനടിയിലെ കല്ലിലോട്ട് കവിണ് വീണിട്ട് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അലറിക്കരയുകയാ. സ്തോത്രം പിൻപിലൂടെ ചെന്ന് ആ മൂർധാവിൽ തലോടി ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, കൂടി വന്നാൽ 60-70 വർഷം മാത്രം നിനക്ക് സുരക്ഷിതത്വം തരാൻ കഴിവുള്ള നിന്റെ അമ്മ മരണം വരെയെ നിന്നെ സ്നേഹിക്കൂ. എന്നാൽ കല്ലറയ്ക്കപ്പുറത്തേക്കും നിനക്ക് സംരക്ഷണം തരാൻ കഴിവുള്ള
പെറ്റ തള്ളയേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നസറേയനായ യേശുവാണ്. ഇന്ന് രാത്രിയിൽ ഈ പ്രഭാഷണ വേദിയിൽ ഞാൻ കാൽവറിയെ ഉയർത്തുമ്പോൾ എൻ്റെ മരണവിധി മാറ്റിക്കുറിക്കാൻ ഈ ഭൂമിയിൽ ശക്തിയുള്ള ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. അതിന്ന് രാത്രി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാ. എത്ര ദൈവമക്കൾ ഇവിടെ ഈ രാത്രി ശബ്ദം ഉയർത്തി ആത്മനിയോഗത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇടം വലം ഇരിക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കണ്ട. ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ എത്ര നാവുകൾ ഇന്ന് രാത്രി ചലിക്കും? അതേ സഹോദര, നിന്റെ മേൽ വ്യാപരിക്കുന്ന മരണവിധികളെ, നിന്റെ കുടുംബത്തിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന മരണ വാറന്റുകളെ, നിന്റെ ഭവനത്തിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന ശാപത്തിന്റെ ചുവരെഴുത്തുകളെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിച്ചു മാറ്റാൻ കഴിവുള്ള ശക്തി പാസ്റ്റർ വർഗീസ് എബ്രഹാമിന്റെ വാക്കുകൾക്കില്ല, എന്നാൽ ക്രൂശിലെ രക്തത്തിന്റെ ശക്തിക്കുണ്ട്. അതിന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ചിലതിനെ ദൈവത്തിന് ആത്മാവ് അഴിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. മടിക്കണ്ട, ലജ്ജിക്കണ്ട. വാ തുറന്ന് ശബ്ദം ഉയർത്തി, ആ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ? എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി കരം താഴ്ത്തിയിട്ടാണ് ഞാനൊരു വസ്തുത പറയട്ടെ. ഈ സുവിശേഷ യോഗം എൻ്റെ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, ഇത് വെറുതെ നടക്കുന്ന സുവിശേഷ യോഗമല്ല. ഈ സുവിശേഷ യോഗത്തിന്റെ പുറകിൽ ദൈവത്തിന് മഹത്തായ ഉദ്ദേശമുണ്ട്. ചില പ്രിയപ്പെട്ടവരുടെ ന്യായവിധികളെ മാറ്റിക്കുറിക്കാൻ ഈ ഗ്രൗണ്ടിൽ ദൈവത്തിന് ആത്മാവ് ഇടപെടുകയാണ്. ആരൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാൽ ദൈവത്തിന് ചിലരോടൊക്കെ ഇടപെടാനായിട്ടുണ്ട്. ചില കുടുംബങ്ങളുടെ മേൽ വരാൻ തുടങ്ങുന്ന വിധികളെ മാറ്റിക്കുറിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ കേൾക്കുന്നവർ മാത്രമല്ല, ഈ മീഡിയകളിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ കൂടപ്പറപ്പേ, നിന്റെ കുടുംബത്തിന്റെ മേൽ വാഴാൻ തുടങ്ങുന്ന വിധികളുണ്ട്, നിന്റെ ഭവനത്തിന്റെ മീതെ വാഴാൻ തുടങ്ങുന്ന വിധികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അതിനെ അഴിക്കാൻ മെഴുകുതിരി കത്തിക്കേണ്ട, വെളിച്ചെണ്ണ നൽകേണ്ട, അർപ്പണമോ തർപ്പണമോ ഉരുള നേർച്ചയോ വേണ്ട. നീ കാൽവറിയിലേക്ക് അടുത്തു വന്നാൽ മതി. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് കണ്ണുകൾ ഗോൽഗോഥയിലേക്ക് നോക്കിയാൽ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശാപത്തിന്റെ വിഷം മാറ്റിയിട്ട് നിന്നിൽ നിത്യജീവന്റെ ശക്തി പകരാൻ ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിന് ശക്തിയുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയാം, അതിന്ന് രാത്രി ഇവിടെ നടക്കുകയാണ്. ഇവിടെ ഒരു യോഗം നടക്കുന്നു, ഇവിടെ ഞങ്ങൾ പ്രഭാഷകരായി എത്തിയിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഇതിനകത്ത് ഉദ്ദേശമുണ്ട്. ഒരിക്കൽ സ്തോത്രം, ഞാനൊരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയണമെന്ന് തോന്നി ഒരു ചെറുപ്പക്കാരനോട്, സഹോദര, നീ ക്യാമറ എടുത്തുകൊണ്ട് മുൻപിൽ നിൽക്കുന്നു, എന്നാൽ ഇത് കഴിഞ്ഞുള്ള നിന്റെ യാത്ര മരണത്തിലേക്കാണോ അല്ലെന്ന് ആരറിഞ്ഞു? ഇന്ന് രാത്രി നിന്റെ മേൽ വയ്ക്കുവാൻ തുടങ്ങുന്ന മരണത്തിന്റെ വിധി തീർപ്പിനെ, നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുന്ന മരണത്തിന്റെ വിധിയെഴുത്തിനെ മാറ്റി കുറിക്കാനുള്ള ശക്തി ക്രൂശിനുണ്ട്. ഏൽപ്പിച്ചു കൊടുക്ക്. നിന്റെ മേൽ വ്യാപരിക്കുന്ന കുടുംബത്തിന്റെ ശാപബന്ധനം, നിന്റെ ഭവനത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്ന അനർത്ഥ മരണം ഈ രാത്രി ക്രൂശിൽ അഴിച്ചു മാറ്റാൻ കഴിയും. സ്തോത്രം. ഞാൻ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തുന്നതിന് മുൻപ് ചുമതലപ്പെട്ട വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, വാക്കുകൾ അറം പറ്റും പോലെ സംഭവിച്ചു കേട്ടോ. ആ ക്യാമറ കൈകാര്യം ചെയ്ത് ചെറുപ്പക്കാരനെ ചൂണ്ടിപ്പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് തോളിലേക്ക് ക്യാമറയും തൂക്കി ബൈക്കിൽ ഹൈവേയിലേക്ക് ഇറങ്ങിയതാണ്. എതിർവശത്തൂടെ വന്ന ട്രക്ക് ഇടിച്ചു തെറിപ്പിച്ചു. അവന്റെ ശരീരം ചിതറിപ്പോയി. മരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നെങ്കിലും അത് പ്രവചിക്കപ്പെട്ടിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് രാത്രി ഈ വചനം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ മുഴങ്ങുന്ന ശബ്ദം പരിഹാസ രൂപത്തിൽ എടുക്കരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില പ്രിയപ്പെട്ടവരുടെ മേൽ വരാൻ തുടങ്ങുന്ന മരണവിധികൾ എന്ന വലിയ ചുവരെഴുത്തുകളെ എൻ്റെ ദൈവം മാറ്റിക്കുറിക്കേണ്ടതിന് എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സംഭവം, വടശ്ശേരിക്കരയ്ക്ക് സമീപം കൊമ്പനോലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് ദൈവത്തിന് സ്തോത്രം സുവിശേഷ യോഗം നടക്കുന്നു. അത് കർത്താവിൽ വിശ്രമിക്കുന്ന എം വി ചാക്കോ സാറും ഞാനും ഒരുമിച്ച് പ്രഭാഷണ വേദിയിലുണ്ട്. ദൈവിക വിധിയുടെ കോടതിയെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ഓലിയുടെ തൊട്ട് വശത്തുയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളുടെ മുകളിൽ കയറി നാട്ടുകാരായ സുവിശേഷ വിരോധികൾ കൂവാൻ തുടങ്ങി. ഞങ്ങൾ ഓരോ വാക്കും പറയുമ്പോൾ കൂവൽ ഉയരും. അന്ന് ഞങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞു, സഹോദര, നിന്റെ കുടുംബത്തിന്മേലും നിന്റെ പാർപ്പിടത്തിന്മേലും വരാൻ തുടങ്ങുന്ന ചില ന്യായവിധിയുടെ ചുവരെഴുത്തുകളെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ലെങ്കിലും കാൽവറിക്ക് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിഹാസ രൂപത്തിലായിരുന്നു അന്ന് ഏറ്റെടുത്തത്. എന്നാൽ അന്ന് രാത്രി
ഞങ്ങൾ തിരികെ പോന്നു. രാത്രിയിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു. ആ മഴയിൽ ഉരുൾപൊട്ടി. അവർ ഏത് പാറപ്പുറത്ത് കൂട്ടമായി കയറി നിന്ന് വെല്ലുവിളിച്ച് കൂവൽ ഉയർത്തിയോ ആ സ്ഥലം പാർത്ത ആളുകൾ ഉൾപ്പെടെ കൂട്ട മരണങ്ങളുടെ ബലിവേദിയായി മാറി. ഞാൻ വിശ്വസിക്കുന്നത് പറയാം, തലയ മണിക്കൂറിൽ ഞങ്ങളിലൂടെ ഉയർന്ന വചനം ആ കുടുംബങ്ങളുടെ മേൽ വരാൻ തുടങ്ങുന്ന വിധിയുടെ ചുവരെഴുത്തിനെ മാറ്റാൻ ദൈവം ഇടപെട്ടതാ. ഇന്ന് രാത്രി ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ആരുടെയൊക്കെയോ ന്യായവിധിയുടെ ചുവരെഴുത്തിനെ മാറ്റാൻ എന്റെ ദൈവത്തിന്റെ കരം ഇടപെടുന്നു. അത് കാൽവറിയിൽ വ്യാപരിച്ച ദൈവശക്തിക്ക് കഴിയൂ. നിങ്ങൾക്കറിയാമോ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, പപ്പ സുവിശേഷകനായ അപ്പനോട് പറഞ്ഞു, പപ്പ എനിക്ക് ഒരു ട്രാക്ട് വേണം. എന്തിനാ മോളെ നിനക്ക് ട്രാക്ട്? അത് എനിക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാനാ, അത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വേണം. അവൾ സ്കൂളിലേക്ക് ആ ട്രാക്റ്റും കൊണ്ട് പോയി. ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആ വഴിവക്കിൽ ഒരു ഒലിപ്പുതോട് കടന്നാ പോന്നേ. ആ ഒലിപ്പുതോട്ടിൽ ഒരു സഹോദരൻ, അയൽപ്പക്കക്കാരനായ ഒരു അക്രൈസ്തവ ചേട്ടൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുക. ഈ പെങ്കൊച്ച് നിഷ്കളങ്കമായി ആ ട്രാക്റ്റും കൊണ്ട് ആ ചേട്ടൻ അടുക്ക് ചെന്നു. ചേട്ടാ, ഈ ട്രാക്ട് വായിക്കണേ, ചേട്ടനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ട്രാക്ട് വാങ്ങിച്ചു നോക്കിയപ്പോ നിത്യതയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമാ. ചുരുട്ടിക്കുട്ടി ഈ പെൺകുട്ടിയുടെ നേരെ എറിഞ്ഞിട്ട് പറഞ്ഞു, മതപരിവർത്തനത്തിന് നിന്റെ അപ്പനെ പോലെ നീ ഇറങ്ങിയിരിക്കുകയല്ലേ? ഏതായാലും കുഞ്ഞ് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അന്ന് വൈകിട്ട് ആ മനുഷ്യൻ വീട്ടിൽ മടങ്ങിച്ചെന്നില്ല കേട്ടോ. നാട്ടുകാർ അന്വേഷിച്ചിറങ്ങിയപ്പോൾ താഴത്തെ ആറ്റുകടവിൽ ഡെഡ് ബോഡി ചത്തുപൊങ്ങി. ആ ഡെഡ് ബോഡി ചത്തുപൊങ്ങിയെന്ന് മാത്രമല്ല, അന്വേഷണം ഉയർന്നു. കാരണം നന്നായി നീന്തറിയാവുന്നയാൾ എങ്ങനെ മരിച്ചു പൊങ്ങി? സ്തോത്രം. റിപ്പോർട്ടുകൾ വന്നത് ഇങ്ങനെയാണ്: തലച്ചോറിൽ സംഭവിച്ച അതിഭയങ്കരമായ ഒരു വ്യതിയാന നിമിത്തം മോഹാത്സ്യപ്പെട്ട് ഈ ട്രാക്ട് വായിച്ചതിന് ശേഷം ആ സഹോദരൻ മുഖം പൊത്തി തോട്ടിൽ വീണ് മരിക്കുകയായിരുന്നു. ഞാൻ പറയാം, രാവിലെ ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇങ്ങനൊരു ട്രാക്റ്റും കൊണ്ട് ഇറങ്ങിപ്പോകത്തക്ക വിധത്തിൽ പ്രചോദനം നൽകിയത് മനുഷ്യനല്ല, മഹാദൈവം അവന്റെ മേലുള്ള വിധിയെഴുത്ത് മാറ്റാൻ ഇടപെടുകയായിരുന്നു. ഇന്ന് രാത്രി ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ മേൽ ചലിക്കുന്ന ദൈവന്യായ വിധിയുടെ വിധിയെഴുത്ത് മാറ്റാൻ കാൽവറിയുടെ ശക്തി ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്ന രാത്രിയായി രാത്രി. എത്ര ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങും? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമോ? ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ആ ക്രൂശിലേക്ക് നിങ്ങൾ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കി. ശബ്ദം ഉയരട്ടെ. എല്ലാവരും ഒരു നിമിഷം കർത്തൃസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. കർത്തൃസന്നിധി എഴുന്നേറ്റാട്ടെ. 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ബലഹീനമായി വാക്കുകൾ കാണരുതേ. അവഗണനയുടെ ത്യാജകോടിയിൽ തള്ളരുതേ. പരിശുദ്ധാത്മാവിന്ന് രാത്രി ഇടപെടുന്ന ദൂതായി കണ്ടുകൊണ്ട് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയരട്ടെ. ശബ്ദം ഉയരട്ടെ. ഇതിനകത്ത് നിൽക്കുന്ന ആത്മസ്നാനം പ്രാപിച്ച സകല ദൈവമക്കളും അന്യഭാഷയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ. ഇതിനകത്ത് നിൽക്കുന്ന കർത്തൃദാസന്മാർ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് പ്രതിഫലമുള്ളൊരു ശുശ്രൂഷയ്ക്ക് മുൻപിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഇരുന്ന് ആരാധിക്കുന്ന, എൻ്റെ മുൻപിൽ നിന്ന് സ്തോത്രം ചെയ്യുന്ന, എൻ്റെ പിൻപിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരുടെ നാവിൽ പ്രത്യേക അധികാരം ഉയർന്നു നിൽക്കുന്നു. ഞാൻ ആത്മനിയോഗത്തോടെ ഈ കഴുതെ പുൾപിറ്റിൽ നിന്ന് വിളിച്ചു പറയുന്നു, മോശയുടെ വടിയുടെ പുറകിൽ അധികാരം ഉയർന്നത് കൊണ്ട് ചെങ്കടൽ ദൈവം 2ആയി മുറിച്ചു മാറ്റി. മോശയുടെ വടിയുടെ പുറകിൽ അധികാരം ഉയർന്നത് കൊണ്ട് പാളയത്തിൽ ദൈവത്തിന് സ്തോത്രം യോശുവയുടെ വാളിന് ബലം പകർന്നു. മോശയുടെ വാക്ക് യോശുവയുടെ വാക്കിന് പുറകിൽ അധികാരം ഉയർന്നത് കൊണ്ട് സൂര്യ ചന്ദ്രാദികളെ എന്റെ ദൈവം നിലയ്ക്ക് നിർത്തി. ഏലിയാവിന്റെ വാക്കിന് മുൻപിൽ അധികാരം ഉയർന്നത് കൊണ്ട് യാഗപീഠത്തിന്മേൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങി. അനന്യ സഫീറമാരുടെ മുൻപിൽ പത്രോസ് ഉപയോഗിച്ച വാക്കിന്റെ പുറകിൽ അധികാരം ചലിച്ചു. സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കരുന്ന മുടന്നന്റെ മുൻപിൽ ദൈവത്തിന്റെ ദാസന്മാരുടെ നാവിൽ അധികാരം ഉയർന്നു. യേശുവിന്റെ വാക്കിന്റെ പുറകിൽ ലാസറിന്റെ കല്ലറയ്ക്കകത്ത് അധികാരം ഇറങ്ങിച്ചെന്നു. അങ്ങനാണെങ്കിൽ ഇത്രയും ദൈവദാസന്മാർ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഇത്രയും കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ചില പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ മേൽ വരുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ വിധിയെഴുത്തുകളെ മാറ്റാൻ, ഇത് ആ ചുവരെഴുത്തുകളെ മാറ്റാൻ, അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച് ചട്ടങ്ങളാൽ വിപരീതവും പ്രതികൂലവുമായ കൈയെഴുത്തിനെ മാറ്റാൻ ഇന്ന് രാത്രി ക്രൂശിന്റെ ശക്തി വ്യാപരിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ?
ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുന്നു. തേജസ് പടുത്ത ഒരു കരം ഇതാ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, പത്മോസിൽ ഇറങ്ങി വന്ന ദൈവപുത്രന്റെ കരം, ദമസ്കോസിന്റെ പടിവാതുക്കൽ ചലിച്ചവന്റെ കരം. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളെ തൊടാൻ ഈ ആരാധനയ്ക്ക് നടുവിൽ ഇറങ്ങി വരികയാ. ചില വ്യക്തികളുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്റെ സ്പർശനം ഈ രാത്രി അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ വരുന്ന ന്യായവിധിയുടെ ചുവരെഴുത്ത് ഈ കൺവെൻഷന് നടുവിൽ ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. വിഷക്കുപ്പിയിൽ ശരണം വയ്ക്കരുത് സഹോദര. ദൈവത്തിന് സ്തോത്രം. ആത്മഹത്യ അല്ല പ്രശ്നത്തിന്റെ പരിഹാരം. നിന്റെ കുടുംബ തകർച്ചയിൽ കുടുംബം അവസാനിപ്പിക്കേണ്ടത് ആത്മഹത്യയിലല്ല, നിന്റെ ഭവനത്തിന്റെ ന്യായവിധിയുടെ ചുവരെഴുത്തിനെ മാറ്റാൻ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാദിക്കുന്ന രാത്രിയാ. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രി ഈ സദസ്സിനോട് ദൈവാത്മാവ് ഇടപെടുന്നു, കേൾവിക്കാരോട് ദൈവാത്മാവ് ഇടുന്നു. അതെ, വഴിവക്കിൽ ടെറസിന്റെ മുകളിൽ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഈ മീഡിയയിൽ ഞങ്ങളെ കേൾക്കുന്ന കൂടപ്പറപ്പേ, നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ കുടുംബത്തിന്റെ മേൽ വരുന്ന ന്യായവിധിയുടെ ചുവരെഴുത്തിനെ മാറ്റാൻ ക്രൂശിന്റെ ശക്തി നിനക്ക് വേണ്ടി ഈ രാത്രി വാദിക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി. ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം യേശുവേ നീ മരിച്ചു എന്ന് ആ നെഞ്ചോട് ചേർത്ത കൈകളോടെ ഒന്ന് പറയാമോ? ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ലജ്ജിക്കേണ്ട, ശബ്ദമുയരട്ടെ. യേശുവേ ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾക്കറിയാമോ, യേശുവിനെ ക്രൂശിച്ച ക്രൂശ് ബറബാസിന് വേണ്ടി ഒരുക്കിയതാണെന്നാണ് ഹിസ്റ്ററി. ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ പടയാളികൾ പറഞ്ഞു, ബറബാസ് നിന്നെ ഫ്രീ ആക്കാൻ ഗവൺമെന്റ് കൽപ്പിച്ചു. യേശുവാണ് തനിക്ക് പകരം ക്രൂശുമായി പോയെന്നറിഞ്ഞ് ബറബാസ് ചങ്കുപൊട്ടി അലറിക്കൊണ്ട് ക്രൂശിങ്കിലേക്ക് ഓടി. ഗോൽഗോത്തയിലേക്ക് ഓടിക്കയറിയ ബറബാസ് വിളിച്ചു പറഞ്ഞു, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം ആ പരിശുദ്ധൻ മരിച്ചു. ആ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ബറബാസ് അലറിയെന്നാണ് ചരിത്രം. ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചല്ലോ. ഇന്ന് രാത്രി ഈ ദൂതം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട്, എനിക്ക് പകരം എൻ്റെ യേശു മരിച്ചു, എൻ്റെ മേലുള്ള ന്യായവിധിയുടെ വിധി എഴുത്ത് മാറ്റാൻ എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് കൊതിക്കുന്നവർ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി എനിക്ക് പ്രാർത്ഥന വേണം. എൻ്റെ മേലുള്ള മരണവിധി ഒഴിച്ചു മാറ്റാൻ ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഇന്ന് രാത്രി ആ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്നിച്ച കരങ്ങൾ അതെല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേർന്നൊന്ന് പാടാം. കാൽവറി മലമേൽ നോക്കൂ നീ, ശബ്ദമുയർത്തി. കാൽവറി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേ, ശബ്ദമുയർത്തി. തൂങ്ങുന്നു കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. എത്രത്തോളം ശബ്ദമുയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി. കാൽവറി മലമേൽ നോക്കൂ നീ, കാൽവറി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിലിൽ കയറി, ധ്യാനപീഠമതിലിൽ കയറി, ശക്തിയോടെ ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക.
പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ ഈ യോഗവേദിയിൽ കൈമാറുന്നു. ക്രൂശിലെ രക്തത്തിന്റെ ശക്തി ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ കയറിപ്പിടിക്കുന്ന രാത്രിയാകട്ടെ. ഇവരുടെ കുടുംബങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കുന്ന ന്യായവിധിയുടെ ചുവരെഴുത്തിനെ മാറ്റാൻ, നിത്യതയ്ക്ക് ഇവരെ അർഹമാക്കാൻ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഇന്ന് രാത്രി ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവധി ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദരവോടും സ്നേഹത്തോടും കൂടെ ഞാൻ ഈ ബഹുമാനപ്പെട്ട സദസ്സിനോട് പറയട്ടെ, കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകൾ ശക്തമാണ്. കാവൽ പടയാളികളുടെ നിരീക്ഷണങ്ങൾ കൃത്യമാണ്. സൈന്യം എനിക്ക് ചുറ്റും സുരക്ഷിത വലയം തീർക്കുന്നുണ്ട്. എന്റെ സുരക്ഷിതത്വത്തെ തകർക്കാൻ ആരെ കൊണ്ടും പറ്റില്ലെന്ന് വിചാരിച്ച ബെൽസസറിന്റെ മേൽ ദൈവത്തിന്റെ വിധിയെഴുത്ത് വെളിപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ദൈവം അനുവദിക്കാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. എന്നാൽ സർവശക്തന്റെ വിധിയെഴുത്ത് നിന്റെ മേൽ വരുമ്പോൾ ന്യായവിധിയെ മാറ്റാൻ കഴിവുള്ളൊരു ശക്തിയുണ്ടെങ്കിൽ അത് കാൽവറിയിൽ ചൊരിഞ്ഞ നിയമരക്തമാണ്. ഇന്ന് രാത്രിയിൽ മുട്ടുമടക്കൂ ക്രൂശിന്റെ മുൻപിൽ. ഏത് പ്രശ്നത്തിനും ഏക പരിഹാരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ശാന്തമായി കേട്ട ബഹുമാനപ്പെട്ട സദസ്സിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ അവസാനത്തെ കുത്തുമിടുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. അല്ല, ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ഇവിടെ ഞങ്ങൾ വന്ന സമയം മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കുക പരസ്യമായിട്ട്. ദൈവം അഭിഷിക്തന്മാരായിരിക്കുന്ന 2 ദൈവദാസന്മാരിലൂടെ കറതീർന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രഘോഷിപ്പാനിടയായി തീർന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടത്തപ്പെടുന്നതായിരിക്കുന്ന ഈ മീറ്റിംഗ് ബന്ധത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഈ സഭയിൽ ശുശ്രൂഷനായിരിക്കുന്ന പ്രിയ സനോജ് ദൈവാസം പോട്ട് കടന്നു വന്ന് നന്ദി പ്രകാശിപ്പായതിനു ശേഷം ദൈവത്തിൻ്റെ ദാസൻ വടക്കഞ്ചേരി സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന ജോസ് വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിക്കും. ദൈവം എനിക്ക് അതുകൊണ്ട് ആരും പോകരുത്. നിങ്ങൾക്ക് യാത്ര സൗകര്യമില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാ കാര്യം ക്രമീകരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖവര കൂടാതെ ഒറ്റവാക്കിൽ നന്ദി പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്നലെയും ഇന്നുമായി അനുഗ്രഹീതമായ നിലവാരത്തിൽ ഈ സുവിശേഷം മഹായോഗം നടത്തുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് അവസരം തന്നു. ആ ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എല്ലാ മഹത്വത്തിനും പുകഴ്ചയും യോഗ്യൻ സർവശക്തനായ ദൈവം മാത്രമാണ്. അതുപോലെ ഈ സുവിശേഷം മഹായോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യ പെന്തക്കോസ്ത് ദിവസ പാലക്കാട് സൗത്ത് സെൻറ്ററിൻ്റെ സെൻട്രൽ ശുശ്രൂഷകനും ബദലഹേം കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ അദ്വൈസന്മാരിക്കുന്ന കർത്താവിൽ ആദരണീയനും ബഹുമാന്യനും ഇന്നത്തെ യോഗാധ്യക്ഷനും കൂടിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോയി പാസ്റ്ററുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. ഇന്നലെ ഈ യോഗം ലീഡ് ചെയ്ത കർത്താവിൽ ആദരണീയനായ ബദലഹേം കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജീം ജോർജ് ദൈവദാസനുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. ഇന്നലെയും ഇന്നുമായി അനുഗ്രഹീതമേറിയ സന്ദേശം നമുക്ക് ആവശ്യമേറിയ ആത്മീയ ദൂതുകൾ അറിയിച്ച കർത്താവിൽ ആദരണീയരും ബഹുമാന്യരുമായ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ അനീഷ് കാവാലം, അതുപോലെ കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസൻ പാസ്റ്റർ വർഗീസ് എബ്രഹാം എന്നീ ദൈവദാസന്മാരിലുള്ള പ്രത്യേകമായ നന്ദിയെ പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളതായ വിവിധ സെൻറ്ററുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തുദാസന്മാരുടെ നീണ്ട നിര ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
എല്ലാ ദൈവദാസന്മാരോടും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള മറ്റിതര സഭയിലുള്ള ദൈവമക്കൾക്കും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനുപരിയായി എൻ്റെ സഭയിലെ ദൈവമക്കളാണ് ഈ പ്രവർത്തനങ്ങൾക്കും ഈ ശുശ്രൂഷകൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവരോടുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ലിവിംഗ് വേ TV-യോടുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. ഈ ദേശനിവാസിയോടൊക്കെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ പ്രത്യേകിച്ച് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ജോസ്റ്റാൻ, അതുപോലെ ക്ഷേമ പാസ്റ്റർ, അതുപോലെ പോൾസൺ ദേവദാസൻ, കനകരാജ് ദേവദാസൻ, എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. സൗണ്ട് എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം തന്നതായ, പെർമിഷൻ തന്നതായ പോലീസ് അധികാരികളിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥപിതാവേ, വളരെ അനുഗ്രഹീതമായ രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ചേർന്ന് വരാനും തിരുമുഖത്തേക്ക് നോക്കാനും അവസരം തന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിനെ അപ്പച്ചൻ അനുഗ്രഹിച്ചല്ലോ. അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച അനുഗ്രഹീത വചനങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഒരിക്കൽ കൂടെ വചനത്തിനു മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി മീറ്റിംഗിൽ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസനെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ കർത്താവേ. വിശേഷാൽ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ദേശത്ത് അയക്കണമേ. ഇന്ന് രാത്രിയിൽ ഇവിടെ മുഴങ്ങിയ ദൈവവചനത്തിന്റെ ശബ്ദം അനേക ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുത്തുകയും വലിയ ദൈവകൃപയും ദൈവസാന്നിധ്യവും ദേശത്ത് അയക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് വന്ന് എല്ലാവരും അനുഗ്രഹിക്കണം. സമാധാനത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. ക്ഷേമമായി എല്ലാവരും ഭവനങ്ങളിൽ ചെന്ന് ചേരാൻ ഇടയാകണം. സകല ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. ഇന്ന് രാത്രിയിൽ വചനം സംസാരിച്ച ഞങ്ങളുടെ വലിയൊരു ദാസനെ പ്രത്യേകം ഓർക്കുന്നു. അവരെ സഹായിക്കണമേ, ശുശ്രൂഷകളെ ആദരിക്കണമേ. മടക്കയാത്ര ഇതിന്റെ കൃപയുണ്ടാകണമേ. അപ്പച്ചൻ ഞങ്ങളെ കേട്ടതിനായി നന്ദി. എല്ലാ ബഹുമാനവും അങ്ങയ്ക്ക് മശിഹായുടെ നിസ്തുല്യനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ഇവിടെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗം, കൂട്ടായ്മ, കാവൽ നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും വിശേഷാലി സഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളോടും കൂടെ ഇന്നും എന്നാളും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിൽ ജയം നൽകിയ കർത്താവിന് കരങ്ങളെ ഉയർത്തി മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും വന്ദനം. ദൈവം സഹായിക്കും. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചുറ്റുപാടുള്ള സ്നേഹിതന്മാരായിരിക്കുന്ന അയൽവാസികൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു.